നമ്മൾ ഇന്ന് പഠിക്കാൻ പോകും ഒരു സെക്കൻഡ്. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ആഡ് സ്കെഡ്യൂൾ ചെയ്യാം. ആഡ് സ്കെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആഡ് സാറ്റർഡേയും സൺഡേയും ഓഫ് ചെയ്തിടാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആഡ് രാവിലെ ഓഫ് ചെയ്തിടാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആഡ് ഈവനിങ്ങിൽ ഓഫ് ചെയ്തിടാം. അങ്ങനെ ആഡ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് മാത്രം റൺ ചെയ്യാം. നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്ന സമയത്ത് മാത്രം വേണമെങ്കിൽ റൺ ചെയ്യാം. അതിനാണ് പറയുന്നത് ആഡ് സ്കെഡ്യൂൾ ചെയ്യാം. എങ്ങനെയാണ് ആഡ് സ്കെഡ്യൂൾ ചെയ്യാന്നുള്ളതാണ് പറയണേ. ആദ്യം തന്നെ നിങ്ങളൊരു ക്യാമ്പയിൻ ഓപ്പൺ ചെയ്യുക. ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് എന്ന ക്യാമ്പയിൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ക്രീനിന്റെ ലെഫ്റ്റിലേക്ക് വരാം. ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ അസറ്റ് ഉണ്ട്. അസറ്റ് അല്ല, സോറി, ഓഡിയൻസ് കീവേഡ്സ് ആൻഡ് കോണ്ടന്റ്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരാം. താഴേക്ക് സ്ക്രോൾ ചെയ്യാം. അവിടെ കണ്ട ആഡ് സ്കെഡ്യൂൾ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആഡ് കണ്ട. യുവർ ആഡ്സ് ആർ എലിജിബിൾ ടു ഷോ ഓൾ ദ ടൈം. അതായത് 24 ഹവറും മൺഡേ ടു സൺഡേ അവർ ആഡ്സ് ആർ ലൈവ് എന്നാണ് അതിൻ്റെ അർത്ഥം. എവരിബഡി ഈസ് ക്ലിയർ? കണ്ട യുവർ ആഡ്സ് ഒന്ന് പഴയ റൈറ്റ് സൈഡ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് പ്ലീസ്. നമ്മുടെ യുവർ ആഡ്സ് ആർ എലിജിബിൾ ടു ഷോ ദ ടൈം കണ്ടോ. അവിടെ മൺഡേ ആദ്യത്തെ ഒരു ബോക്സ് ഉണ്ടോ, ആദ്യത്തെ റോ മൺഡേ. എം കണ്ടോ, അതേമാതിരി ട്യൂസ്ഡേ, വെൻസ്ഡേ കണ്ടോ. വെൻസ്ഡേ ഓൾ ഡേ എന്ന് കാണിച്ചിട്ടുണ്ട് കണ്ടോ. തേഴ്സ്ഡേ ഓൾ ഡേ, സാറ്റർഡേ സൺഡേ ഓൾ ഡേ. ഏറ്റവും അടിയിൽ ടൈം കാണിച്ചിട്ടുണ്ട് 12 AM, അറ്റത്ത് 12 AM. അതായത് ബേസിക്കലി അവർ ആഡ്സ് ആർ എലിജിബിൾ ടു ഷോ ഓൾ ദാറ്റ് ടൈം എന്നാണ്. നമുക്ക് വേണമെങ്കിൽ സൺഡേ ആഡ് ഓഫ് ചെയ്യാം, സാറ്റർഡേ ആഡ് ഓഫ് ചെയ്യാം. അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എഡിറ്റിന്റെ ഒരു പെൻ കണ്ടോ, അതുമ്പോൾ ക്ലിക്ക് ചെയ്യാം. താഴെ താഴെ ലെഫ്റ്റില് അതെ ആണ്. അവിടെ ഓൾ ഡേയ്സ് എന്നാണ്. നിങ്ങൾ അവിടെ ഓൾ ഡേയ്സിനോട് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ കൊടുത്ത് കണ്ട ഒന്ന് സേവ് അടിച്ച് താഴെ സേവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അവിടെ പ്രിവ്യൂ കണ്ടോ. മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആണ് അത് ബ്ലൂ ആക്റ്റീവ് ആയിട്ടിരിക്കണേ. ബ്ലൂ എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ്. അതിന്റെ താഴെ കണ്ട സാറ്റർഡേ സൺഡേ അത് ബ്ലൂ ഇല്ല. കുറച്ചും കൂടി ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്തപ്പോൾ കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ കണ്ട അപ്പൊ മൺഡേ ടു ഫ്രൈഡേ കണ്ട ബ്ലൂ സിമ്പിൾ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആ ഡേ നമ്മുടെ ക്യാമ്പയിൻ ലൈവ് ആണെന്നാണ് അർത്ഥം. വീണ്ടും പെന്നുമ്മ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഓൾ ഡേയ്സ് കൊടുത്ത് വീണ്ടും ഓൾ ഡേയ്സ് ടൈം കൊടുക്കാം. രാവിലെ 8 മണിക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് 12 AM അല്ല അവിടെ ചെയ്യണ്ട. മോളിക്ക് നിങ്ങൾ മോളേക്ക് പോട്ടെ. നിങ്ങൾക്ക് അവിടെ ചെയ്യാം. താഴേക്ക് വരട്ടെ 8 AM കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് സെറ്റ് ചെയ്യാം. കണ്ട 8 AM. നിങ്ങൾക്ക് വൈകിട്ട് 10 PM. താഴേക്ക് കുറെ സ്ക്രോൾ ചെയ്തു. പോട്ടെ 10 PM കണ്ട. ഇനി സേവ് ക്ലിക്ക് ചെയ്ത് അപ്പൊ നമ്മുടെ ആഡ് കണ്ട ആ ബോക്സിന്റെ റൈറ്റ് സൈഡ് താഴേക്ക് താത്ത് മതി. കണ്ട അവിടെ തുടക്കം നമ്മുടെ ആഡ് കണ്ട അവിടെ കാണിച്ചിട്ടുണ്ട്. വെൻസ്ഡേ 8 AM ടു 10 PM ആണ് നമ്മുടെ ആഡ് ലൈവ്. അതിന് മുന്ന് ബോക്സ് ഇൻആക്റ്റീവ് പോലെ കണ്ടോ. ക്ലിയർ ആയോ എല്ലാവർക്കും? എന്താണ് ആഡ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്? ക്ലിയർ ആയോ? ഇല്ല? ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ നേച്ചർ എന്താണ്,
നിങ്ങളുടെ കസ്റ്റമർ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിൽ ആക്റ്റീവ്, നിങ്ങളുടെ ടീം ആക്റ്റീവ് ആണോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യു ക്യാൻ സ്കെഡ്യൂൾ യുവർ ക്യാമ്പയിൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആണ്, ഹോട്ടലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെലിവറി ചെയ്യുന്നതാണ്, നിങ്ങൾ എപ്പോഴാണോ ലൈവായിട്ടിരിക്കുന്നത് അപ്പോൾ മാത്രം നിങ്ങൾക്ക് ഓൺ ചെയ്യാം, അത് കഴിഞ്ഞ മതി ഓഫ് ചെയ്തിടാം. അതിന് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യും. ഈവൻ ഒരു സെയിം ഡേയിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈം സെറ്റ് ചെയ്യാം. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു. ഒന്നും കൂടി ആ പെന്നുമ്മ ക്ലിക്ക് ചെയ്ത്, ഇപ്പൊ നിങ്ങൾ കണ്ടോ ഓൾ ഡേയ്സ്, അവിടെ നിങ്ങൾ ഓൾ ഡേയ്സിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ മൺഡേ മാത്രം ആഡ് ലൈവ് ആക്കാം. മൺഡേ ക്ലിക്ക് ചെയ്ത് മൺഡേ മാത്രം ആഡ് ലൈവായി. മൺഡേ തന്നെ പല ടൈം സെറ്റ് ചെയ്യാം. മൺഡേ 8 AM ടു 9 AM സെറ്റ് ചെയ്ത് 8 AM ഓൾറെഡി ഉണ്ട്, ഞാൻ 9 AM സെറ്റ് ചെയ്യാം. മുകളിലേക്ക് പോട്ടെ. വെരി ഗുഡ്. താഴേക്ക് പറ്റും, കുറച്ചും കൂടി വരട്ടെ, മതി. 9 AM കണ്ടോ. അപ്പൊ 8 AM ടു 9 AM നമ്മുടെ മൺഡേ മാത്രം ആഡ് ലൈവ് ആവും. ഇനി മൺഡേ തന്നെ നമുക്ക് ഈവനിങ്ങിൽ ആഡ് ലൈവ് ആക്കാം. വീണ്ടും ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്ത് തൊട്ട് മുകളിൽ ആഡ് എന്നുണ്ട്, ആഡ് ADDD അതുമ്പോൾ ക്ലിക്ക് ചെയ്യാം. അവിടെ വീണ്ടും മൺഡേ തന്നെ സെലക്ട് ചെയ്യുക. ഓൾ ഡേയ്സിന്റെ അവിടെ മൺഡേ സെലക്ട് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ 5 PM ടു 8 PM ആക്കാം. 5 PM ടു 8 PM അങ്ങനെ ഒരു ഡേ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈം സെറ്റ് ചെയ്യാം. 5 PM ടു 8 PM. ഇനിയും താഴേക്ക് വന്നിട്ട് സേവ് ചെയ്യുക. ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താഴത്തെ സേവ് ചെയ്യുക. ഇനി കണ്ട മൺഡേയിൽ മാത്രം നമ്മുടെ ആഡ് ലൈവ് ഉള്ളൂ. അത് 2 ടൈമിങ്ങിലാണ്. ആ ബ്ലൂ ബോക്സിന്റെ മുകളിലേക്ക് മൗസ് കൊണ്ടത്, ബ്ലൂ ബോക്സിന്റെ മുകളിലേക്ക് അവിടെ കാണിക്കും. കണ്ട മൺഡേ 5 PM ടു 8 PM മാത്രം നമ്മുടെ ആഡ് ലൈവ്. അടുത്ത ബ്ലൂ ബോക്സിലേക്ക് കൊണ്ടുവന്നേ, അവിടെ കാണിക്കും 8 AM ടു 9. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് ആഡ് കൊടുക്കാം. എത്ര ആഡ് കൊടുത്തു വേണമെങ്കിൽ ട്യൂസ്ഡേ വേറെ ടൈം കൊടുക്കാം, സൺഡേ വേറെ ടൈം കൊടുക്കാം. വീണ്ടും പെന്നുമ്മ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇനി വീണ്ടും ആഡുമ്മ ക്ലിക്ക് ചെയ്ത് അവിടെ ട്യൂസ്ഡേ കൊടുക്കാം. ട്യൂസ്ഡേ വേണമെങ്കിൽ നമ്മുടെ ആഡ് ഫുൾ ടൈം കൊടുക്കുക. താഴേക്ക് വന്ന് സേവ് ചെയ്യുക. റൈറ്റ് സൈഡ് താഴേക്ക് വരാം, സേവ് ചെയ്യുക. ഇപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ആഡ് ട്യൂസ്ഡേ ഫുൾ ടൈം ലൈവ് ആയി. കണ്ടോ. എല്ലാവർക്കും എങ്ങനെയാണ് ആഡ് സ്കെഡ്യൂൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഗുഡ്. ഇനി അവിടെ തന്നെ ലൊക്കേഷൻ കണ്ട, ലൊക്കേഷൻസ് അത് ക്ലിക്ക് ചെയ്ത് സ്ക്രീനിന്റെ ലെഫ്റ്റിൽ കണ്ട ലൊക്കേഷൻസ്, റൈറ്റ് സൈഡ് താഴേക്ക് താത്തി. നിങ്ങളവിടെ കാണിച്ചിട്ടില്ല. ഓക്കെ, അത് പോട്ടെ, ഞാൻ അതിൽ വേറെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ എന്തൊരു ചെയ്യുന്നത്, ഏറ്റവും മുകളിൽ പോട്ടെ, സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ടോപ്പിലേക്ക് പോട്ടെ. അവിടെ ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്ത്, ഗുഡ്. ഇനി അവിടെ റൈറ്റ് സൈഡ് താഴേക്ക് താത്തി ഇന്റർണൽ ലീഡ്സ് ട്രെയിനിങ് ഓപ്പൺ ചെയ്ത്, ഗുഡ്. വീണ്ടും താഴേക്ക് താത്തി അവിടെ PPC ട്രെയിനിങ് ഓപ്പൺ ചെയ്ത്, ഗുഡ്. ഇനി നിങ്ങൾ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ആഡ്സ് ഉണ്ട്, ആഡ്സ് താഴേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഈ ആഡിൽ ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് ആഡ് ഒന്ന് എഡിറ്റ് ക്ലിക്ക് ചെയ്തേ. ഇനി ഒന്ന് താഴേക്ക് താത്തി ആ ചാറ്റ് എന്നുള്ള സാധനം കളഞ്ഞ് അത് ക്ലോസ് ചെയ്ത് കളയാം. അതെ. ഇനി ഒന്ന് താഴേക്ക് അവിടെ എൻഡ് ചാറ്റ് കൊടുക്കുക, എൻഡ് ചാറ്റ്. പയ്യെ റൈറ്റ് സൈഡ് താഴേക്ക് താത്ത താത്തിക്കോളും. നിങ്ങൾക്ക് മനസ്സിലായി, താത്തിക്കോളും. മതി 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 മതി. ഒന്ന് കുറച്ച് മോളിപ്പോട്ടെ, ഒന്ന് മോളിപ്പോട്ടെ. പയ്യെ പോട്ടെ, പയ്യെ പോട്ടെ. നിങ്ങൾ പയ്യെ പോയാലേ പറ്റൂ. ഒറ്റ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് നടക്കില്ല.
നിങ്ങൾക്ക് മനസ്സിലായി മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഹെഡ്ലൈൻ 1ഉം ഹെഡ്ലൈൻ 2 ആണ് കാണിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒന്നും കൂടി താഴേക്ക് താത്തി, നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഹെഡ്ലൈൻ കൊടുക്കാം. മിനിമം 3 കൊടുക്കണം എന്നുണ്ട്. ഇഷ്ടമുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ സെർച്ച് ചെയ്യുന്ന കീവേഡുമായി ബന്ധപ്പെട്ടുള്ള ഹെഡ്ലൈൻസ് ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി കാണിക്കും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെഡ്ലൈൻ തന്നെ വരണം എന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ആർക്കെങ്കിലും? നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെഡ്ലൈൻ വരണം എന്നില്ല, മാറി മാറി കാണിക്കും. അപ്പൊ അതിനുള്ള ഒരു പോം വഴിയാണ്. ഒന്ന് റൈറ്റ് സൈഡ് പയ്യെ മുകളിലേക്ക് വെക്കുക, പയ്യെ പൊക്കൂട്ടോ റൈറ്റ് സൈഡ്. ആ മതി, പോണം. ആ ഇപ്പൊ PPC ട്രെയിനിങ് കോഴ്സസ് നമ്മുടെ ഹെഡ്ലൈനിൽ എപ്പോഴും കാണിക്കണമെങ്കിൽ, ഫസ്റ്റ് ഹെഡ്ലൈൻ ആയിട്ട് അത് കാണിക്കണമെങ്കിൽ അത് അതിന്റെ അവിടേക്ക് ക്ലിക്ക് ചെയ്തേ. PPC ഹെഡ്ലൈൻ്റെ അവിടെ ആ പിൻ കണ്ട, പിൻ ചെയ്യാം. ആ പിന്നുമ്പോൾ ക്ലിക്ക് ചെയ്ത് കണ്ട ഷോ ഓൺലി ഫസ്റ്റ് 1, ഷോ ഓൺലി ഇൻ പൊസിഷൻ 1 കൊടുത്താൽ നമ്മുടെ ആഡ് അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എപ്പോഴും ഇത് ഫസ്റ്റ് കാണിക്കും, ഹെഡ്ലൈൻ ഫസ്റ്റ് കാണിക്കും. റൈറ്റ് സൈഡ് മുകളിലേക്ക് പൊക്കി റൈറ്റ് സൈഡ് മുകളിലേക്ക് പൊക്കി പയ്യെ പോണോട്ടോ, പയ്യെ. പോട്ടെ. മതി വെയിറ്റ് ചെയ്യാം വരട്ടെ. അവിടെ PPC ട്രെയിനിങ് കോഴ്സ് കണ്ടോ ആഡ് പ്രിവ്യൂല്, അത് കണ്ടോ? അപ്പൊ അത് എപ്പോഴും ഹെഡ്ലൈൻ 1 അതായിരിക്കും എപ്പോഴും കാണിക്കുക. നമുക്ക് പ്രധാനപ്പെട്ട സാധനം എപ്പോഴും കണ്ടത് നിങ്ങളുണ്ട്. വീണ്ടും റിഫ്രഷ് ആകുമ്പോഴും അത് തന്നെ കാണിക്കും. ഈ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട്സ് എന്നുള്ളതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴും ഹെഡ്ലൈൻ ഫസ്റ്റ് ആയിട്ട് PPC ട്രെയിനിങ് കോഴ്സ് ആയിരിക്കും കാണിക്കുക. കണ്ട അടുത്ത് ഫ്യൂ സീറ്റ്സ് ലെഫ്റ്റ് എന്നായി. എല്ലാവർക്കും മനസ്സിലായോ? ഇൻട്രസ്റ്റിംഗ്. ഇത് ഭയങ്കര യൂസ് ആണ്. ഒന്നും കൂടി താഴേക്ക് താത്തി റൈറ്റ് സൈഡ്. ഇനി അടുത്തത് PPC ട്രെയിനിങ്. അടുത്ത് PPC ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. അതും പിൻ ചെയ്യാം. അതും പിൻ ചെയ്ത് അത് സെക്കൻഡ് ആക്കാം, പൊസിഷൻ സെക്കൻഡ്. അപ്പൊ അത് എപ്പോഴും സെക്കൻഡിൽ കാണിക്കും. ഇനി റൈറ്റ് സൈഡ് കാണിച്ച് കണ്ട PPC ഓൺലൈൻ ആൻഡ് ആഡ് റിഫ്രഷ് ചെയ്യുമ്പോഴും വീണ്ടും അത് തന്നെ കാണിക്കൂ. കാരണം അത് മാൻഡേറ്ററി ആയിട്ട് ഫസ്റ്റും സെക്കൻഡ് ആണ്. കണ്ട ഐഡിയ കിട്ടിയോ? ഗുഡ്. അതിനാണ് നമുക്ക് ആഡ് ഹെഡ്ലൈൻ എന്ത് ചെയ്യാം, പിൻ ചെയ്യാം. ഹെഡ്ലൈൻ പിൻ ചെയ്യാം. ക്ലിയർ? കുറച്ചും കൂടി കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എന്റെ യൂസ് മനസ്സിലായല്ലോ? അതൊക്കെയാണ് നിങ്ങൾ ആഡ് ചെയ്ത്. ഞാൻ വലിയൊരു ടാസ്ക് ആണ് തരാൻ പോണേ കേട്ടോ. എങ്ങനെയാണ് ഒരു പ്രൊജക്ട് ചെയ്യുക, അതിന്റെ ഒരു ടാസ്ക് ആണ് ഞാൻ ഇത് കഴിഞ്ഞ് ഇപ്പൊ തരുന്നത് കേട്ടോ. ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ പലരും കോൺഫിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കോൺഫിഡന്റ് ഒന്ന് ഡബിൾ ആവും. നിങ്ങളുടെ കോൺഫിഡൻസ്. നിങ്ങൾക്ക് പിന്നെ ഒരു വർക്കാണ് കിട്ടാൻ കൊതിക്കായിരിക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി റൈറ്റ് സൈഡ് താഴേക്ക് താത്തി. ഇനി ഒന്നുകൂടി താഴേക്ക് വരാം. അവിടെ ഡിസ്ക്രിപ്ഷൻ കണ്ടോ? ഡിസ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷനും അതുപോലെ പിൻ ചെയ്യാം. നിങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചപ്പോ എന്ത് ചെയ്യണം? 90 ക്യാരക്ടേഴ്സ് തന്നെ ആ മാക്സിമം ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പഠിക്കുക. ഇപ്പൊ പഠിക്കുമ്പോഴായാലും ഞാൻ അടുത്ത പ്രൊജക്ട് തരുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തോളൂ. പിന്നുമ ക്ലിക്ക് ചെയ്യുക. പിന്നുമ അത് നിങ്ങൾക്ക് ഇതുപോലെ ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും ചെയ്യാം. വേണ്ട, ക്ലിയർ? താഴേക്ക് താത്ത. സെക്കൻഡ് കഴിക്കുക, കുഴപ്പമില്ല. താഴേക്ക് താത്ത. സൈഡ് ലിങ്ക് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിസിനസ് ലോഗൊക്കെ ഞാൻ കാണിച്ചു തരാം. താഴേക്ക് താത്ത. താഴേക്ക് താത്ത. വേറെ അസറ്റ് ടൈപ്പുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുറെ അസറ്റ് ടൈപ്പ് നമ്മൾ ചെയ്തതാണ്. വീണ്ടും സേവ് ആഡ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? എവരിബഡി ഈസ് ക്ലിയർ? ഞാൻ ഇന്ന് ഒരു ആദ്യം പഠിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആഡ് എങ്ങനെ സ്കെഡ്യൂൾ ചെയ്യാന്നാണ്. രണ്ടാമത് പഠിപ്പിച്ചതാണ് എങ്ങനെ നമുക്ക് ഹെഡ്ലൈൻ ആയാലും ശരി, ഡിസ്ക്രിപ്ഷൻ ആയാലും ശരി, പിൻ ചെയ്യാം. അപ്പൊ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാം നമ്മൾ ഉദ്ദേശിക്കുന്ന ആഡ് ഹെഡ്ലൈൻ ആയിരിക്കും ഓൾവേസ് കം ഫസ്റ്റ് ഓർ സെക്കൻഡ് എന്നുള്ളത് നമുക്ക് തന്നെ മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ,
ഇനി ഏറ്റവും ടോപ്പിൽ കണ്ടോ ഇൻസൈറ്റ് ആൻഡ് റിപ്പോർട്ട്, അതെടുത്ത്. അവിടെ സെർച്ച് ടേം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണിച്ചു തരാം. കാരണം അതിൽ ഇൻസൈറ്റ് ആൻഡ് റിപ്പോർട്ട് വരുന്നത് ഓൾറെഡി ലൈവ് ആയിട്ടുള്ള ക്യാമ്പയിനിലായിരിക്കും വരാം. നിങ്ങൾക്ക് അതിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഓൾറെഡി ക്യാമ്പയിൻ ചെയ്യുന്നതിന്റെ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ക്യാമ്പയിൻസ് കാരണം ഇത് ഇന്നത്തെ ക്യാമ്പയിൻ ആണ്. ഇന്ന് എത്ര ക്ലിക്ക് കിട്ടിയെന്ന് അറിയാം. കണ്ട, ഇന്ന് എത്ര ക്ലിക്ക് കിട്ടി? 147 ക്ലിക്ക് കിട്ടി. നമ്മൾ ഡെയിലി ഇട്ടിരിക്കുന്ന ബഡ്ജറ്റ് 6000 ആണ്. ഇതെന്റെ ഒരു പുതിയൊരു ക്ലൈന്റാണ്. 147 ക്ലിക്കാണ്. 3 കോഴ്സാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, കോസ്മെറ്റോളജി, ഫുഡ് ആൻഡ് സേഫ്റ്റി. അതിൽ 147 ക്ലിക്ക് കിട്ടി. 1969 ഇംപ്രഷൻ കിട്ടി. CTR കിട്ടി. ഒരു ക്ലിക്കിന്റെ കോസ്റ്റ് ഇതാണ്. ഇന്ന് തന്നെ ഒരു 7500 സ്പെൻഡ് ആയി. ഓൾറെഡി 7500 സ്പെൻഡ് ആയി. അതുപോലെ ഫുഡ് സേഫ്റ്റി, കോസ്മെറ്റോളജി. ഇങ്ങനെയാണ് റിയൽ ക്യാമ്പയിൻ ലുക്ക് ലൈക്ക്. എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തു. വേണമെങ്കിൽ ആഡ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ കീവേഡിനാണ് ക്ലിക്കുകൾ കിട്ടിക്കണേന്ന്. കണ്ട, ഓരോ കീവേഡും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് 117 കിട്ടി. അതിന്റെ കോസ്റ്റ് എത്ര നമുക്ക് അറിയാൻ പറ്റും. ഓരോ കീവേഡിന്റെയും ക്ലിക്കുകൾ അറിയാൻ. ഓരോ കീവേഡിന്റെയും ആവറേജ് കോസ്റ്റ് പെർ ക്ലിക്ക് ഡിഫറെന്റ് ആണ്. അതായത് 46. ഡിപ്പെൻസ് അപ്പോൺ കീവേഡ് കോമ്പറ്റീഷൻ. നമുക്ക് വേണമെങ്കിൽ ഓരോ കീവേഡിനും ഇവിടെ റേറ്റ് ഓരോ ബിഡ് കൂട്ടിയിടാം. ക്ലിയർ ആയോ? ഇനി ഇവിടെ ഇൻസൈറ്റ് ആൻഡ് റിപ്പോർട്ടിൽ ഓപ്ഷൻ ഇൻസൈറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഓപ്ഷൻ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, നമ്മുടെ ആ കീവേഡിന് ഏതൊക്കെ മറ്റുള്ളവർ ബിഡ് ചെയ്യുന്നുണ്ടെന്ന് കാണാം. അതാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കാണാം. അവരുടെ പൊസിഷൻ നമുക്കറിയാം. കണ്ടോ, ഓപ്ഷൻ ഇൻസൈറ്റ്. സി ഹൗ യു കമ്പയർ ടു കോമ്പറ്റീറ്റേഴ്സ് ഇൻ സെർച്ച് എന്നാണ്. ക്ലിയർ? ഇവിടെ നമുക്കാണ്, നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ വരുന്നത് യു എന്ന് പറയുന്നത് നമ്മളാണ്. 65%. ബാക്കിയുള്ളവർക്കൊക്കെ 27 വേറൊരു അക്കാഡമിയാണ്. ഇത് വേറെ അക്കാഡമി, വേറെ അക്കാഡമി, വേറെ അക്കാഡമിയാണ്. അപ്പൊ നമുക്കറിയാൻ പറ്റും. കണ്ട, ടോപ്പ് ഓഫ് പേജ് റേറ്റ് നമ്മൾ എപ്പോഴും ടോപ്പിലുണ്ടെന്നാണ് കാണിക്കുന്നത്. 86. നമ്മുടെ തൊട്ട് താഴെ IBS അക്കാഡമി 91% ടൈം ഉണ്ട്. ക്ലിയർ? ഇതിനെയാണ് നമ്മുടെ ഓപ്ഷൻ. നമുക്ക് നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും മറ്റുള്ള ഏതൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ബിഡ് ചെയ്യുന്നു, അവരുടെ പൊസിഷൻ എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനെയാണ് പറയണത് ഓപ്ഷൻ ഇൻസൈറ്റ്. ക്ലിയർ ആയോ? ഇല്ല? ഇൻട്രസ്റ്റിംഗ്. ഇനി വെൻ ആൻഡ് വേർ അവർ ആഡ് ഷോഡ്. കണ്ടോ, ഇവിടെ നമുക്കറിയാം മൊബൈൽ ഫോണിൽ നിന്നാണോ, കമ്പ്യൂട്ടറിൽ നിന്നാണോ, ടാബ്ലറ്റിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ സെർച്ച് എടുക്കുന്നത്? എവിടെയാ? മൊബൈൽ ഫോണിലാണ്. കണ്ട, 1920 146 ക്ലിക്കും. ക്ലിയർ ആയോ? ഇല്ല? നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലിക്കുകളും സെർച്ച് നടക്കുന്നത് ഏത് ഡിവൈസസ് എന്നാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെൻ ആൻഡ് വേർ ആഡ്സ് ആർ ഷോഡ്. അപ്പൊ മൊബൈൽ ഫോണിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഒരു സ്റ്റുഡൻസിനെയാണ്, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനേക്കാണ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം നിങ്ങളുടെ വെബ്സൈറ്റ് ഈസ് മൊബൈൽ ഫ്രണ്ട്ലി. കാരണം നിങ്ങൾക്ക് ഇതിൽ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി,
99% of searches are happening in mobile device. അപ്പൊ നമ്മുടെ സൈറ്റ് മൊബൈലിന് വേണ്ടിയിട്ടായിരിക്കണം ഡെവലപ്പ് ചെയ്യണം. മൊബൈലിൽ ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവണം, മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. അതിനെ പറയുന്ന ടെക്നിക്കൽ ടേം ആണ് റെസ്പോൺസീവ് ഡിസൈൻ. Everybody is clear? റെസ്പോൺസീവ് ഡിസൈൻ. റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വെബ്സൈറ്റ് മൊബൈലിൽ കൃത്യമായിട്ട് വരണം, ടാബ്ലറ്റിൽ കൃത്യമായിട്ട് വരണം, ലാപ്ടോപ്പിൽ കൃത്യമായിട്ട് വരണം, ഡെസ്ക്ടോപ്പിൽ കൃത്യമായിട്ട് വരണം. അതാണ് റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയാം. ഇപ്പൊ നിങ്ങളൊരു പ്രൊജക്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ സൈറ്റ് റെസ്പോൺസീവ് ഡിസൈൻ ആണെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ചോദിക്കുന്നു വേണ്ട, നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. ദാറ്റ് ഈസ് ഓൾസോ യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ സൈറ്റ് കൃത്യമായിട്ട് മൊബൈൽ വരുന്നില്ലെങ്കിൽ നിങ്ങളെ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് പറയണം, അവർ സൈറ്റ്സ് ഈസ് നോട്ട് കമ്മിങ് പ്രോപ്പർലി ഓൺ മൊബൈൽ ഡിവൈസസ്. കാരണം നിങ്ങളുടെ സൈറ്റ് മൊബൈൽ ഡിവൈസസിൽ പ്രോപ്പർലി ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബൗൺസ് റേറ്റ് കൂടും. ആൾക്കാർ നിങ്ങളുടെ അടുത്ത് എൻക്വയറി നടത്തില്ല, അവർ എക്സിറ്റ് ആവും. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണ്. ഇൻട്രസ്റ്റിംഗ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങള് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ചിലവർ പറഞ്ഞല്ലോ എനിക്ക് ക്യാമ്പയിൻ ചെയ്യാൻ കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത നെക്സ്റ്റ് വീക്ക് കൂടി തന്നെയായിരിക്കും ഗൂഗിൾ ആഡ്സ്. ബൈ എൻഡ് ഓഫ് നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ 10 times ആണ്. 10 times. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വലിയൊരു ടാസ്ക് തരാം, അത് നിങ്ങൾ സാറ്റർഡേ സൺഡേ ഇത് ചെയ്തു വന്നാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടി ഡബിൾ ആവും. നിങ്ങൾ പറയും വർക്ക് ഇട്ട് ചെയ്യാന്നല്ല, നിങ്ങളൊരു വർക്ക് നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങൾ തന്നെ ചെയ്യും. കാരണം ഗൂഗിൾ ആഡ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ക്ലിക്ക് കിട്ടുന്നു, എല്ലാം നമുക്ക് അപ്പം തന്നെ അറിയാം. ഞാൻ ഈ ഗൂഗിൾ ആഡിലാണ് ആ ഒരു എഡ്യൂക്കേഷൻ ക്ലയന്റിന് വേണ്ടിയിട്ട് 25 കോടിയാണ് സ്പെൻഡ് ചെയ്തത്. ഞാൻ നിങ്ങൾ വേറൊരു ക്ലയന്റിനെ കാണിച്ചെന്നല്ലോ 2.5 കോടി. അതൊക്കെ തുടങ്ങിയിട്ട് നാളെ തുടങ്ങിയതാ. ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു വർക്ക് എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഗെയിം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ പഠിക്കേണ്ടത് എക്സ്പേർട്ടിൽ നിന്നിട്ടായിരിക്കണം. നിങ്ങളിപ്പോൾ ഓൾറെഡി ഇവിടെ ജോയിൻ ചെയ്തു. ഞാൻ പലയിടത്തും പറയും, എക്സ്പേർട്ടിൽ നിന്ന് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗൈഡൻസ് കിട്ടുമോ. ശരിയാണോ? ശരിയാ? കറക്റ്റ് ആണോ? ബാക്കി വേറെ ടൂളാണ് പഠിക്കുക. ടൂളല്ല, ഞാൻ നിങ്ങൾ അതിന്റെ സ്ട്രാറ്റജി കാര്യങ്ങൾ ലൈവ് സാധനങ്ങൾ കാണിച്ചു തന്നിട്ടാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾ എക്സ്പേർട്ടിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞത്. ഞാനല്ല, എന്നെ പോലെ ചെയ്യുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പഠിക്കും, എക്സ്പേർട്ടിൽ നിന്ന് പഠിച്ചാലും നിങ്ങൾക്ക് സ്കില്ല് കിട്ടൂ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ടാസ്ക് തരാം. ഇത് ക്ലിയർ ആയാലോ? മൊബൈൽ ഡിവൈസസിൽ നിന്നാണോ, കമ്പ്യൂട്ടറിൽ നിന്നാണോ, ടാബ്ലറ്റ്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മുടെ കോഴ്സ് തന്നെ പറയുന്നത് ഡേറ്റ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയണത്. അതിലെല്ലാ ഭാഗത്തെയും കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിലാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അല്ല ഇപ്പൊ ഉള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആഡ് ചെയ്തിട്ട് പോവാണ്, അവർ പറയാം അതൊന്നും എന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. ഞാൻ ആഡ് ചെയ്തു, നിങ്ങൾക്ക് ക്ലിക്ക് വന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര എൻക്വയറി വന്നു. ഇറ്റ് ഇസ് നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി. അതിന് എത്ര ബിസിനസ് വന്നു, ഇറ്റ് ഈസ് നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി. അത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കാണ്ടിരിക്കാനാണ് ഞാൻ നിങ്ങളെ സെയിൽസിനും കൂടി ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്ത് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. അത്രത്തേക്ക് നിങ്ങൾ കടന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ തോട്ട് വരെ തരുന്നത്. ഇനി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പയ്യെ അതിലേക്ക് ചിന്തിച്ചു തുടങ്ങും, അതിലേക്ക് ഇൻവോൾവ് ആവാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനുള്ള, അതിനാണ് അനലിറ്റിക്കൽ സ്കില്ല് വേണം. ഈ അനലിറ്റിക്കൽ സ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഡേറ്റകൾ എടുത്തും എക്സലും പവർ ബി ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് ആ ഡേറ്റയിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അനലിറ്റിക്കൽ സ്കിൽ സ്ലോലി ഡെവലപ്പ് ആവണേ. ഈ അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പല ഇൻസൈറ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ.
ക്ലിയർ ആയോ? ഇതല്ല. ഇനി നമുക്കിവിടെ കാണിക്കുന്നതാണ് ലാൻഡിംഗ് പേജ്. കണ്ടോ, നമ്മുടെ ലാൻഡിംഗ് പേജ്, നമ്മുടെ വെബ്സൈറ്റ്, ഇതാണ് നമ്മുടെ ലാൻഡിംഗ് പേജ്. ലാൻഡിംഗ് പേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. എവിടേക്കാണ് പോകുന്നത്? ചെറിയൊരു ഐഡിയ കിട്ടിയോ? അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വേറൊരു കാര്യം. ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ബേസിക്കലി ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരെയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ, ചിലവരുണ്ടാവും, ഒരു 50 വയസ്സുള്ളവരുണ്ടാവും, അവർ മൊബൈലൊന്നും സെർച്ച് ചെയ്യില്ല. അവരെന്ത് ചെയ്യാം, ലാപ്ടോപ്പിൽ ഇരുന്ന് വീട്ടിലിരുന്നിട്ടൊക്കെ സെർച്ച് ചെയ്യും. ശരിയാണോ? അതെ. അല്ല. അങ്ങനെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അങ്ങനെയുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് ഏതാണോ? പറയാൻ പറ്റോ? ഏ അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് പറയാം, റിയൽ എസ്റ്റേറ്റ്, ഫ്ലാറ്റ്. നിങ്ങളൊരു ബിൽഡർക്ക് വേണ്ടിയിട്ടാണ് ക്യാമ്പയിൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അവർ മോസ്റ്റ് ഓഫ് ദം ലാപ്ടോപ്പിൽ ചെന്നിട്ട് സെർച്ച് ചെയ്യുക. പല കാരണമുണ്ട്. പല കാരണമുണ്ട്. പറയാൻ പറ്റോ? ഒന്നുകൂടി വൈഡർ ആയിട്ട് പേജ് ഡീറ്റെയിൽസ് കാണാനൊക്കെ. ഏ ഫോണിന്റെ ഒക്കെ ഒന്നുകൂടി വലിപ്പം ഉണ്ടാവും. ഫോണ്ടല്ല. അതായത് അവരൊരു കുറച്ചും കൂടി റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിന്റെ പ്രൊജക്റ്റും ആ വ്യൂവും ഒക്കെ കൃത്യമായിട്ട് കാണണമെങ്കിൽ ചിലപ്പോൾ ലാപ്ടോപ്പിൽ ഇരുന്നാലേ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ അതൊരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു 44 ആ ഒരു ഏജിലുള്ളവരായിരിക്കും മോസ്റ്റ് ഓഫ് ദം. എല്ലാവരും അല്ല കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർ കൂടുതലും, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ലാപ്ടോപ്പിലാണോ ആൾക്കാർ കൂടുതലും സെർച്ച് ചെയ്യണേ. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ചില പ്രൊഡക്റ്റുകൾ തന്നെ ഉണ്ട്, അത് മൊബൈലിലൂടെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടില്ല. നമ്മൾ മൊബൈലിലുള്ളവരെ ടാർഗറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആഡ് മൊബൈൽ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യുമ്പോൾ വരുത്തിക്കാണ്ടിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആഡ് ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുത്തിക്കാണ്ടിരിക്കാം. അതിനുള്ള അവിടെ മൊബൈൽ ഫോൺ ബിഡ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിക്രീസ് കൊടുക്കാം. 100% ഡിക്രീസ് കൊടുത്താൽ, കണ്ടോ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ 10 ആണ്, നമ്മൾ 10 രൂപയാണ് ബിഡ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിൽ ബിക്കം 0. എവിടെ? മൊബൈൽ ഡിവൈസസിൽ അത് 0 ആയിട്ട് മാറും. അപ്പൊ മൊബൈൽ ഡിവൈസസിൽ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് വരില്ല. അങ്ങനെ നമുക്ക് ഡിവൈസസിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. മനസ്സിലായോ ആർക്കെങ്കിലും? ഇല്ല. ഒന്നുകൂടി പറയണോ? ആ സർ, ഒന്നുകൂടി. ആർക്കെങ്കിലും മനസ്സിലായോ? എനിബഡി? ഒന്നുകൂടി പറയണം. പറയാം. അല്ല, ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് നോക്കിട്ടെ. അതൊക്കെ പറഞ്ഞുതരാം. കുറച്ചൊക്കെ ആർക്കെങ്കിലും കംപ്ലീറ്റ് മനസ്സിലായവരുണ്ടോ? മനസ്സിലായി സർ. ആരത്? മനസ്സിലായി. ഇത്രേ ഉള്ളൂ. നോർമലി നമ്മുടെ ആഡ് മൊബൈലിലും വരും, ഡെസ്ക്ടോപ്പിലും വരും, ലാപ്ടോപ്പിലും വരും. ശരിക്കും നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമുക്കറിയാം, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് മൊബൈലിൽ ഒരാൾ സെർച്ച് ചെയ്ത് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എൻക്വയറിയും കൺവേർഷനും കിട്ടാൻ ചാൻസ് ഇല്ല.
എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ ആ പ്രൊഡക്റ്റിനാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആ ഏജിലുള്ളവരാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആഡ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവാൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പൈസ കൊടുത്ത് നമുക്കറിയാം അവിടെ നിന്ന് വരുന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മൊബൈലിൽ നമ്മുടെ ആഡ് വരുത്താണ്ടിരിക്കാം. മൊബൈൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് വരുത്താണ്ടിരിക്കാം. അപ്പൊ വരുത്താണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ ഡിവൈസസിനും ബിഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ നേരത്തെ അവിടെ കൊടുത്തിരിക്കണ ഇവിടെ കൊടുത്തിരിക്കണ ക്ലിക്ക് എത്ര, ഒരു ബിഡിന് എത്ര കൊടുത്തിരിക്കണേ? 30 രൂപയാണ്. ഒരു ബിഡിന് കൊടുത്തിരിക്കണ എത്രയാ? 30 രൂപയാണ്. ശരിയാണോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ 30 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പിൽ വേണമെങ്കിൽ അതിന്റെ ബിഡ് കൂട്ടാം, 10% കൂട്ടാം. അപ്പൊ ലാപ്ടോപ്പിൽ നമ്മുടെ ബിഡ് ഒന്നും കൂടി കൂടും. അപ്പൊ നമ്മുടെ ആഡ് കുറച്ചും കൂടി ടോപ്പിൽ വരും. ക്ലിയർ? ഇനി നമുക്ക് മൊബൈൽ ഡിവൈസിൽ നമ്മുടെ ആഡ് വേണമെങ്കിൽ നമുക്ക് ഡിക്രീസ് ചെയ്യാം. ഡിക്രീസ് 100% കൊടുത്താല് നമ്മുടെ ആഡ് കണ്ട ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കണ്ട. എക്സാമ്പിൾ 10 രൂപയാണ് നമ്മൾ ബിഡ് എമൗണ്ട് ആണെങ്കിൽ ഇവിടെ 30 രൂപയാണ്. 30 രൂപയാണ് ബിഡ് എമൗണ്ട്. ഇത് 0 ആവും. മൊബൈൽ ഡിവൈസസിൽ 0 ആണ് നമ്മൾ കൊടുക്കണേന്ന് കാണിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം പിന്നെ മൊബൈൽ ഡിവൈസിൽ നമ്മുടെ ആഡ് വരില്ല. 0 rupees ആയി. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനിയും പറയണോ? വേണ്ട വേണ്ട, ക്ലിയർ ആയി. അല്ലെ ബാക്കി ആർക്കെങ്കിലും പറയണോ? ഇനി ഒന്നും കൂടിയോ? സാർ ഇനി നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. ഒന്നും കൂടി വീഡിയോ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. വീഡിയോ കാണാം. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം കൂടി പറഞ്ഞുതരാം. നിങ്ങളായ കുറച്ച് എഫേർട്ട് ഇടാം. ഡോണ്ട് വറി. ഇത് ക്ലിയർ ആയല്ലോ? ഒക്കെ നമുക്ക് നമ്മുടെ ആഡ് ഡിവൈസിൽ കാണിക്കാം. ഇനി നമ്മുടെ ആഡ് ലൊക്കേഷനിൽ കാണിക്കാം. ഓരോ ലൊക്കേഷനിലും നമുക്ക് ഇവിടെ ഒരു ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. ലൊക്കേഷൻ ഇപ്പൊ ഞാനിവിടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കേരളം മാത്രമാണ്. ക്ലിയർ? എനിക്ക് വേണമെങ്കിൽ നമുക്കറിയാം കേരളം, തമിഴ്നാട് അങ്ങനെ പലതും കൊടുക്കാം. അപ്പൊ ഇവിടെ കേരളം, തമിഴ്നാട്, ഇവിടെ തമിഴ്നാട് കാണിക്കും. അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് കേരളത്തിലാണെങ്കിൽ നമുക്ക് കേരളത്തിലെ ബിഡ് കൂട്ടിയിടാം, തമിഴ്നാട്ടിലെ ബിഡ് വേണമെങ്കിൽ കുറച്ചിടാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല. മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്താണ് അതിന്റെ സ്മാർട്ട്നെസ് എന്ന് ചോദിച്ചാല്, നിങ്ങളിപ്പോ കേരളം മുഴുവനാണ് ഒരു ക്യാമ്പയിൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് കേരള, നിങ്ങൾ എന്ത് ചെയ്യണം? കേരളത്തിലുള്ള ഓരോ ഡിസ്ട്രിക്റ്റും ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ ഫാത്തിമയല്ല മറ്റേ ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ ആള്? അതെ അതെ. അപ്പൊ ഫാത്തിമയ്ക്ക് നോക്കാൻ വേണമെങ്കിൽ മലപ്പുറം, കാലിക്കറ്റ്, തൃശ്ശൂർ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫാത്തിമയ്ക്ക് അറിയാം മലപ്പുറത്ത് നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്നത്. അപ്പൊ മലപ്പുറത്ത് വേണമെങ്കിൽ ബിഡ് ഇത്തിരി കൂട്ടിയിടാം, തൃശ്ശൂർ വേണമെങ്കിൽ ബിഡ് ഇത്തിരി കുറച്ചിടാം. ആ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ ബിഡ് കൂട്ടിയിടുമ്പോ നമ്മളിപ്പോ മൊത്തത്തില് 5,000 ആണ് കൊടുക്കണേ വിചാരിച്ചു. അപ്പൊ അതിന്നാണോ ഇവരിങ്ങനെ എടുക്കണുണ്ടാവുക? അതിന് വേറെ കൊടുക്കണോ? ഇല്ലില്ല, നമ്മൾ ഒരു ദിവസം ചിലപ്പോ 20 രൂപയ്ക്ക് കൊടുക്കണല്ലോ. അപ്പൊ അതിൽ നമ്മൾ 50% കൂട്ടി മലപ്പുറത്ത്. അപ്പൊ അവിടെ മലപ്പുറത്ത് നമ്മൾ ഒരു ക്ലിക്കിന് 30 രൂപ കൊടുക്കാണ്. മനസ്സിലായില്ല അല്ലെ? മനസ്സിലായി. അതിന്ന് പോവുള്ളൂ. നമ്മളപ്പോ ആഡ് കുറച്ചും കൂടി നമ്മൾ ടോപ്പിൽ വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ. ഇപ്പൊ എനിക്ക് പഠിക്കാൻ വേണ്ടിട്ട് 5,000 അല്ലാതെ അതിന് താഴെ ഇപ്പൊ എത്ര ചെറുതായിട്ടൊന്ന് പറ്റിയ 500 ഇടാം. 500 പറ്റൂല്ലേ? ബില്ലിംഗ് ആൻഡ് അവിടെ പോയി 500 പേയ്മെന്റ് ചെയ്യണ ഓപ്ഷൻ ആണ്. അപ്പൊ ആ പൈസ എത്രത്തോളം ക്ലിക്ക് ചെയ്തിട്ട് എത്രത്തോളം അത് കഴിയണോ അത് വരെ അത് ഉണ്ടാവുള്ളൂ? അതോ എത്ര ദിവസത്തിനാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഒരു ദിവസം ബഡ്ജറ്റ് സെറ്റ് ചെയ്യാലോ, ഡെയിലി ബഡ്ജറ്റ് സെറ്റ് ചെയ്യാലോ. അങ്ങനെ. ഗുഡ്. അങ്ങനെ ചോദിക്കാം നിങ്ങൾ കേട്ടോ, നല്ല ചോദ്യം. ഇപ്പൊ നിങ്ങളിവിടെ ക്യാമ്പയിൻ കണ്ടു. ഇവിടെ ഞാൻ കണ്ട ഇവിടെ എത്ര 6000 ഡെയിലി ടെക്കാണ്. ശരിയാണോ? നമ്മളെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തപ്പോ 6,000 ഡെയിലി പറഞ്ഞ ദിവസേന 6,000 രൂപ. 6,000 ഡെയിലി എന്ന് പറഞ്ഞാൽ 6,000 ഡെയിലി അത്ര സ്പെൻഡ് ആവും.
അപ്പൊ അത് അന്ന് ആ ദിവസം ഫുള്ള് അത് തീരുമോ? ആ, നല്ല ചോദ്യം. അതിനുള്ളൊരു ആൻസർ പറയാം. ഇപ്പൊ ഇവിടെ എത്ര സ്പെൻഡ് ആയിട്ടുള്ള കാണിച്ചു? 5863 അല്ലേ? ആ ഞാൻ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു ആൻസർ ആണ് പറയാൻ പോണത്. എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊരു, ഞാനിപ്പോൾ ഒരുപാട് പ്രൊജക്ടുകൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വളരെ ശ്രദ്ധിച്ചെന്നാലും ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് മനസ്സിലാവും. ഇതിനാണ് പറയുന്ന സ്ട്രാറ്റജി എന്ന്. ഇത് നിങ്ങളൊരു പുറത്തൊരു ഏജൻസിക്ക് കൊടുത്താൽ അവരിത് ചെയ്യില്ല, അവർക്ക് അറിയില്ല. നിങ്ങളുടെ ഇൻഹൗസ് ചെയ്താൽ അവർക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞാലാണ്, അതിനാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് ഞാൻ പറയണത് ശ്രദ്ധിച്ചെന്നാലും മനസ്സിലാവും, ശരിക്കും ശ്രദ്ധിച്ചാലും മനസ്സിലാവും. സ്ട്രാറ്റജിയും ബിസിനസ്സും കൂടി കണക്ട് ചെയ്തിട്ടാണ്. നിങ്ങൾ ഒരു ഡെയിലി ബഡ്ജറ്റ് 500 രൂപ ഇട്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക. ഒരു ഡെയിലി ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് 500 രൂപയാണ്. ഒരു ക്ലിക്കിന് നിങ്ങൾ 50 രൂപയാണ് കൊടുക്കാന്ന് വെച്ചത്. അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ക്ലിക്ക് കിട്ടും? എന്റെ പൊന്നു ദൈവം, 5 ക്ലിക്കോ? അല്ല, എല്ലാവരും പറ്റി. 100 ക്ലിക്ക്. 100 ക്ലിക്കോ? 10 സർ. ഒന്നും പറയണ്ട കേട്ടോ, കാരണം വലിയ മണ്ടത്തരം വരാണ്ടിരിക്കാൻ മിണ്ടാണ്ടിരിക്കുന്ന എല്ലാവരും. നമ്മുടെ ഡെയിലി ബഡ്ജറ്റ് 500 രൂപ. ഓക്കെ. CPC, കോസ്റ്റ് പെർ ക്ലിക്ക് 50 രൂപ. അപ്പൊ നമുക്ക് ഹൗ മെനി ക്ലിക്സ് നമുക്ക് കിട്ടും ഒരു ദിവസം? 10 സർ. 10. കുഴപ്പമില്ല, ഞാനത് എഴുതാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പല ഫിഗറും പറഞ്ഞിട്ട്. ഇസ് ഫൈൻ, ഞാൻ എഴുതാന്ന് വെച്ചാൽ. ഇത് ക്ലിയർ ആയല്ലോ? ഈ സിനാരിയോ ക്ലിയർ ആണോ? യെസ് സർ. അപ്പൊ നമുക്ക് 10 ക്ലിക്ക് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 500 രൂപ നിങ്ങൾ ബഡ്ജറ്റ് ഇട്ടു. രാവിലെ 11 മണിയായപ്പോൾ നിങ്ങൾക്ക് 10 ക്ലിക്കും കിട്ടി, നിങ്ങളുടെ 500 രൂപ സ്പെൻഡായി. 11 മണിയായപ്പോഴേക്ക് 10 ക്ലിക്ക് കിട്ടി, 500 രൂപ സ്പെൻഡായി. പിന്നെ 11 മണിക്ക് ശേഷം ആ പർട്ടിക്കുലർ ഡേയിൽ നമ്മുടെ ആഡ് വരില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലാവാത്തത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? ക്ലിയർ. കുഞ്ഞ കാര്യമാണ്. നമ്മൾ മൊബൈലിലൊക്കെ ടോപ്പ് അപ്പ് ചെയ്യില്ലേ? നിങ്ങളൊരു പൈസ ടോപ്പ് അപ്പ് ചെയ്ത് രാവിലെ തൊട്ട് കുറെ ഫോർമാറ്റ് ചെയ്ത് തീർന്നു അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ 500 രൂപ ഡെയിലി ബഡ്ജറ്റ് ഇട്ടു. അപ്പൊ നിങ്ങൾ ഇന്ന് 500 രൂപ 11 മണിയായപ്പോ തീർന്നപ്പോ ഇന്ന് 11 ശേഷം ആഡ് വരില്ല, വീണ്ടും നാളെ ആഡ് റണ്ണാവും. ക്ലിയർ ആയോ? ഇനി അടുത്തതാണ്, അടുത്ത ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. നിങ്ങൾ 500 രൂപ, ഫാത്തിമ 500 രൂപ ഇട്ടു, 10 ക്ലിക്ക് കിട്ടി. അടുത്ത് ശ്രദ്ധിക്കുക, 10 ക്ലിക്ക് കിട്ടി. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ആഡുമ്പോ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു. 10 പേര് ക്ലിക്ക് ചെയ്തു, 10 ക്ലിക്ക് കിട്ടി. 3 പേര് എൻക്വയറി നടത്തി, ഒരു കൺവേർഷൻ വന്നു. ഇത് മനസ്സിലായോ? ഇത് ക്ലിയർ ആണല്ലോ? 3 എൻക്വയറി പറഞ്ഞാൽ നമുക്ക് അവര് വിളിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതാണ് 3 എൻക്വയറി. 1 കൺവെൻഷൻ വെച്ചാൽ ഒരാള് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി. ഓക്കെ. കൺവേർഷൻ എന്ന് പറയുന്നത് ഡീലായി. സെറ്റ്. കുഴപ്പമില്ല, അങ്ങനെ ചോദിക്കാം നിങ്ങൾ. അപ്പൊ 3 പേര് എൻക്വയറി നടത്തി, ഒരാള് കൺവേർഷൻ വാങ്ങി, കൺവേർട്ടായി. അല്ലെങ്കിൽ കോഴ്സിനാണെങ്കിൽ അഡ്മിഷൻ ആയി. മനസ്സിലായോ? പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ബൈ ചെയ്തു. അതിനാണ് കൺവേർഷൻ എന്ന് പറയാം. 11 മണി ആയപ്പോഴേക്കും 10 പേര് ക്ലിക്കും ചെയ്തു, 3 പേര് എൻക്വയറി നടത്തി, നമുക്ക് ഒരു കൺവേർഷൻ കിട്ടി. നമുക്ക് പ്രോഫിറ്റ് ആണ്, അബ്സല്യൂട്ട്ലി പ്രോഫിറ്റ്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കും? പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും അതിൽ കൂടുതൽ പൈസ ഇട്ട് വീണ്ടും ചെയ്യും. വെരി ഗുഡ്. നമ്മൾ 500 രൂപ മുടക്കിയപ്പോ നമുക്ക് റിസൾട്ട് ഉണ്ട്. അതായത് 11 മണി ആയപ്പോഴേക്ക് നമ്മുടെ ആഡ് സ്പെൻഡ് ചെയ്ത് തീർന്നു.
അതിന്റെ അർത്ഥം ഇനിയും അതിൽ സ്കോപ്പ് ഉണ്ട്, ആൾക്കാർ സെർച്ചിങ് ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ 500ന്റെ സ്ഥാനത്ത് 1000 ആക്കി. 1000 ആയി കഴിഞ്ഞപ്പോ 2 മണിയായപ്പോ തീർന്നു. അപ്പൊ 10 ക്ലിക്കിന്റെ സ്ഥാനത്ത് 20 ക്ലിക്ക് കിട്ടി. ചിലപ്പോ 3ന്റെ സ്ഥാനത്ത് 7 എൻക്വയറി കിട്ടി. 2 ഡീൽ നടന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഇനിയും സ്കോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ 1000 എന്നുള്ളത് 2000 ആക്കി. അതാണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ ബ്രില്യൻസ് അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് ഈ ക്ലയന്റ് ഉണ്ട്, ഈ ക്ലയന്റ് ഇവരുടെയൊക്കെ ബഡ്ജറ്റ് നിങ്ങൾ തുടക്കം കാട്ടാൻ ഞെട്ടിപ്പോവും. ഞാൻ ലൈവ് പറയാണ് നിങ്ങളുടെ അടുത്ത്. ഈ ക്ലയന്റ് ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ള എൻ്റെ കൂടെ കൂടിയിട്ട് ഇവരുടെ അപ്രോച്ച് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്കൊരു മാസം 25,000 രൂപ ബഡ്ജറ്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ബഡ്ജറ്റ് ഇല്ല, അതാണ് എൻ്റെ പോളിസി. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ കൂട്ടി പോവാം. അപ്പൊ ഇവര് എന്നോട് പറഞ്ഞത് 25 രൂപയുടെ ഒരു മാസം ബഡ്ജറ്റ് ആണ്. ഇപ്പൊ കണ്ടുന്ന 7,500 സ്പെൻഡ് ആയിക്കണേ. ഞാൻ ഒരു 3 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് 20,000 ആക്കാനാണ് പോണേ പെർ ഡേ. എന്തുകൊണ്ടാണ് ഞാൻ ആക്കണേന്ന് അറിയാമോ? അവൻ എൻക്വയറി വരുന്നുണ്ട്, അവൻ അഡ്മിഷൻ വരുന്നുണ്ട്, അതനുസരിച്ച് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ എൻക്വയറി വരും. ഇത് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലെവൽ കമ്പനിനെ കൊണ്ടുപോകാം. അതിനാണ് നിങ്ങൾ എന്തറിയണം, നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര ബിസിനസ് ഉണ്ടെന്ന് അറിയാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് സെയിൽസിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചത്. നിങ്ങളൊരു ക്ലയന്റിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ക്ലിക്ക് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ക്യാമ്പയിൻ ചെയ്തുതരാം, നിങ്ങൾക്ക് ക്ലിക്ക് ഐ ഡോണ്ട് കെയർ. നിങ്ങൾക്ക് എൻക്വയറി കിട്ടുന്നുണ്ടോ, അതിൽ നിന്ന് കൺവേർഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കുക. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് 500 രൂപ മുടക്കിയപ്പോൾ എനിക്ക് ഇത്ര ബിസിനസ് വന്നു, എൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇത്രയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും ഇതിന് സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായി. ഇൻട്രസ്റ്റിംഗ്. യെസ്. അതാണ് ഞാൻ ഈ ബഡ്ജറ്റ് കൂട്ടി വന്നത്. ഞാൻ തുടങ്ങിയത് 500 രൂപയ്ക്കാണ്. 500, അതിലേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് നമ്മൾ തുടങ്ങാം. ചെറിയ എമൗണ്ട് ഇട്ട് തുടങ്ങാം. തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളെ ക്ലിക്കുകൾ പഠിക്കുക, സെർച്ച് ടൈം പഠിക്കുക, നമ്മുടെ സെർച്ച് ടൈം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, എൻക്വയറി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ക്ലിക്ക് ഉണ്ടാവും നല്ല. ഇനി നമ്മുടെ കീവേഡ് നല്ലതാണ്, നമുക്ക് നല്ല ക്ലിക്ക് കിട്ടി, എൻക്വയറി വരുന്നില്ല. എന്തായിരിക്കും റീസൺ എന്ന് പറയാൻ പറ്റുമോ? അത് മറ്റേ ബ്രോഡ് കീവേഡ് ആവും ചിലപ്പോ. നല്ല ക്ലിക്ക്, സെർച്ച് ടൈമിൽ നോക്കി കഴിഞ്ഞപ്പോ നല്ല ക്ലിക്ക്. അതാ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ക്ലിക്കുകൾ നല്ലതാണ്, എൻക്വയറി വരുന്നില്ല. എന്തായിരിക്കും റീസൺ? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണത്. ചിലപ്പോ വെബ്സൈറ്റ് നല്ലതായിരിക്കില്ല, വെബ്സൈറ്റിൽ എൻക്വയറി ഫോം കൃത്യമായിട്ടുണ്ടാവില്ല, വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ആ കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവാം. ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അല്ലാണ്ട് വെറുതെ ഒരു ആഡ് ചെയ്ത് ശരിയെന്ന് പറഞ്ഞു പോരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എല്ലാ ഭാഗത്തെയും കുറിച്ച് ചിന്തിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റും ഡിമാൻഡും വേറെ. നിങ്ങൾക്ക് കിട്ടുന്നത് അൺബിലീവബിൾ റിസൾട്ടാണ്. ഞാൻ നിങ്ങളുടെ ഒരു ഫാക്ട് പറയാം. ഞാൻ നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ചെയ്തായിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല. കേരളത്തിൽ 5 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സാലറി വാങ്ങിച്ചത് എനിക്കറിയാം. 5 ലക്ഷം രൂപ പെർ മന്ത് ട്ടോ. വിശ്വസിക്കാൻ പറ്റണ്ടോ? ഇല്ല. എന്തുകൊണ്ടപ്പോ അവര് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും, അവര് ചെയ്യുന്ന എല്ലാ പരിപാടിയും ചെയ്യും. ക്ലിയർ ആയോ? അല്ലാണ്ട് വെറുതെ ഒരു സോഷ്യൽ മീഡിയ ചെയ്യുന്ന എല്ലാ ഗൂഗിൾ ആഡ്, വെബ്സൈറ്റ്, ഫേസ്ബുക്ക്, സെയിൽസ് ടീമിനും എല്ലാ കാര്യങ്ങളും ചെയ്യതില്. അപ്പോഴാണ് അവർക്ക് ആ കമ്പനിക്ക് അവർ അത്രമാത്രം ബിസിനസ് കൊടുക്കാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫാത്തിമ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഫാത്തിമയ്ക്ക് ഞാൻ ക്യാമ്പയിൻ ചെയ്ത് ബിസിനസ് ഉണ്ടാക്കി ഒരു മാസം 50 ലക്ഷം രൂപ പ്രോഫിറ്റ് കൊടുത്തു. ഫാത്തിമ 5 ലക്ഷം രൂപ എനിക്ക് തരില്ലേ? ഫാത്തിമ പോയാ? ഇല്ല ഇവിടെ ഉണ്ട്. തരില്ലേ? ആ ഏ ആ
100%. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് 50 ലക്ഷം പ്രോഫിറ്റ് എന്ന് നോക്കി, ഞാൻ നിങ്ങൾക്ക് 25 ലക്ഷം രൂപ തരാം. ക്ലിയർ? അതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയാ. പെർഫോമൻസ് മാർക്കറ്റിംഗ്. നിങ്ങളൊരു 50 ലക്ഷം, ഞാൻ വേണം 40 ലക്ഷം തരാം. നമ്മൾ എത്രയോ പൈസ കൊടുത്തിട്ട് കിട്ടുന്നില്ലല്ലോ. മിക്കയിടത്തും നമ്മൾ കൊടുക്കുമ്പോൾ നഷ്ടം തന്നെയാണ്. ശരിയാണോ? അവിടെ ആഡ് ചെയ്തു നഷ്ടം, ഇവിടെ ആഡ് ചെയ്തു നഷ്ടം. പേപ്പറിൽ ആഡ് ഇട്ട് 0 റെസ്പോൺസ്, പേപ്പറിൽ 50,000 ആഡ് ഇട്ട് 0 റെസ്പോൺസ്. അതിന് പകരം ഒരാൾ നമുക്ക് ഡേറ്റിൽ നിന്ന് ബിസിനസ് നിന്ന് 50 ലക്ഷം പ്രോഫിറ്റ് തന്നാൽ അതിന് കൊടുക്കണേന് എന്താ കുഴപ്പം? അതിനാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ വഴിക്ക് ചിന്തിക്കാനാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നമ്മുടെ അടുത്ത് പഠിക്കുന്നവർ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, 90% ജോലി ചെയ്യുന്നില്ല. അവർ ഫ്രീലാൻസ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. ജോലി ചെയ്യുന്നവർ അത്ര ഹൈ പൊസിഷനിലാണ് നിൽക്കണം. നേരത്തെ പഠിച്ചവർ കേട്ടോ. കാരണം അവരെ തോട്ടും ആ ലെവലിലുള്ളവരാണ് നമ്മുടെ അടുത്തേക്ക്, അത്ര സീരിയസ് ആയിട്ട് ആൾക്കാരെ നമ്മുടെ അടുത്തേക്ക് വന്ന് പെടുള്ളൂ. ഇപ്പൊ പറഞ്ഞ കോൺസെപ്റ്റ് കിട്ടിയോ? എന്താണ് ബഡ്ജറ്റിംഗ്? ഇതിനാണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളൊരു ക്യാമ്പയിൻ കിട്ടുമ്പോൾ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങാം. ഞാനിത് ചെറുതിൽ തുടങ്ങിയേ. ഞാൻ നിങ്ങളുടെ അടുത്ത് അന്ന് കാണിച്ചപ്പോൾ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. ഇന്നലെയാണ് ഇത് ആഡ് ചെയ്തത്. ഫുഡ് സേഫ്റ്റി, കോസ്മെറ്റോളജി. നാളെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട്, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സാണ്. അതിന്റെ ബഡ്ജറ്റ് ചെറുതായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞ് അവിടെ വിളിച്ച് ചോദിക്കാൻ എത്ര എൻക്വയറി വന്നു. അപ്പൊ അവർ പറയും എൻക്വയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും അതിൽ നിന്ന് പോസിറ്റീവ് ഉണ്ടോ? അവർ പറയും പോസിറ്റീവ് ഉണ്ട്. അഡ്മിഷൻ ഉണ്ടോ? അഡ്മിഷൻ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ പറയും ബഡ്ജറ്റ് കൂട്ടാം, സ്കോപ്പ് ഉണ്ടെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ഈ കൂട്ടി ഇത് ഇത്രത്തിലേക്ക് എത്തിച്ചേക്കണേ. ഇത് ഞാൻ ഇനിയും കൂട്ടാണ് ഇതിന്റെ റിസൾട്ട്. ഇത് ഇപ്പൊ കൂട്ടിയിരിക്കുന്ന വലിയ ബഡ്ജറ്റ് ആക്കിയിരിക്കുന്നതാണ് ഈ എമൗണ്ട്. ഞാനിത് റിസൾട്ട് ഉണ്ടെങ്കിൽ കണ്ട 6000 രൂപ. ഇത് 6000 രൂപ ഞാൻ ഇന്ന് ബഡ്ജറ്റ് ഇട്ടു. ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ ഇന്നുകൊണ്ട് 6000 തീർന്നു. 6000 തീർന്നിട്ട് നേരത്തെ തീർന്നവർക്കാണ്. അപ്പൊ ഇനി ഞാൻ 10,000 ഇടാം. എനിക്ക് 10,000 ഇടണമെങ്കിൽ ഞാൻ 6000 എനിക്ക് റിസൾട്ട് ഉണ്ടാവണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 500 രൂപ നിങ്ങൾ മുടക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യണം. നിങ്ങൾ ഒരു ആഡ് ഇട്ട് പോകരുത്. എവറി ഡേ ഏതൊക്കെ കീവേഡിൽ നിന്നാണ് ക്ലിക്ക് വന്നേക്കണ, ആ കീവേഡ് റെലവെന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്നത്തെ ക്ലിക്കാണ് അല്ലെ? ഇന്നത്തെ ക്ലിക്ക് നിങ്ങൾ ഇത് എടുക്കുന്നു, ആഡ് ഗ്രൂപ്പ് എടുക്കുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ സെർച്ച് ടേമിൽ ചെക്ക് ചെയ്യണം. സെർച്ച് ടേംസ് ചെക്ക് ചെയ്യാം. ഇന്നത്തെ ക്ലിക്ക് ഏതാ നോക്കണം. കാരണം ഓരോ കീവേഡ് എടുത്ത് പഠിക്കണം. ഇതിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് 37 ക്ലിക്ക് കിട്ടി, അത് റെലവെന്റ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഫീസ് കൊച്ചി, മലയാളം കേരള, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ്, BS അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഓൺലൈൻ അവർക്ക് ഓൺലൈൻ ഉണ്ട്. ഹോസ്പിറ്റൽ കണ്ടോ, നിയർ മീ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ ക്വാളിഫിക്കേഷൻ റെലവെന്റ് ആണ്. ഇനി നമുക്ക് ഒന്നും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടി ക്വാളിഫിക്കേഷൻ എടുത്ത് നെഗറ്റീവ് ഇടാം. ഇതിനെയാണ് കണ്ടോ ഇവിടെ എത്ര കാണിച്ചിരിക്കുന്നത്? 10 എണ്ണമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോയിൽ തരാം 50 എണ്ണം, 100 എണ്ണം, 500 എണ്ണം ഒക്കെ കാണിക്കാം. അപ്പൊ 50 എണ്ണം കൊടുത്താൽ മൊത്തം കിട്ടും. കണ്ടോ, 118 ക്ലിക്കാണ്. PG ഡിപ്ലോമ ഇൻ ഓൺലൈൻ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ്, MH ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ, എല്ലാതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിക്കുകളാണ്. ഇത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ സ്കൂൾസ് ഓൺലൈൻ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ, BHA കോഴ്സ്, ബാച്ചിലർ BOC ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ. 50 ക്ലിക്ക് എന്ന് പറയുമ്പോ സാറിട്ട കീവേഡ്സ് വന്ന് ക്ലിക്ക് ചെയ്തവരാണോ? അങ്ങനെയല്ല, ഞാനിട്ട കീവേഡ് എന്നുള്ളത് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അതാണ് ചോദ്യം വന്നത്. എന്റെ ഇവിടെ ഒരാള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇൻ UK, ആള് UK പഠിക്കാനാണ്. അപ്പൊ സെർച്ച് ചെയ്തു അത്. അല്ല, ഒരു മിനിറ്റ്. അപ്പൊ UK പഠിക്കാനാണ് ആള് നോക്കണം. നമ്മുടെ ഓഡിയൻസ് ആയിരിക്കില്ല. നമുക്ക് ഒന്നും UK എടുത്തിട്ട് നെഗറ്റീവ് ഇടാം. നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആഡ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നർത്ഥം. ഇത് റിയൽ സെർച്ച് ആണ്. നമ്മുടെ സൈറ്റിൽ നമ്മൾ കിടക്കണ ചിലപ്പോൾ എന്തൊട്ടായിരിക്കും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്നായിരിക്കും. കാരണം അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തോന്നാണ് ഈ കീവേഡുകളൊക്കെ റെലവെന്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ കീവേഡുകളൊക്കെ എടുത്തിട്ട് നമുക്ക് എവിടെ ചെയ്യാം, ആഡ് ചെയ്യാം. കണ്ട, ആഡ് ആസ് കീവേഡ്. ഇവിടെ നിങ്ങൾ ഇതിനെ ആഡ് ചെയ്താൽ നേരെ നമ്മുടെ കീവേഡ് ലിസ്റ്റിൽ പോയി കിടക്കും.
ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അപ്ലൈ ഓൾ സർ ഈ പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വന്ന സെർച്ച് ടേംസ് ആണെന്നല്ലേ? അതെ. അതേപോലെ ഒന്ന് നെഗറ്റീവ് ഒന്ന് കാണിച്ചു തരുമോ എങ്ങനെ ഇതാക്കാന്ന്? അതിൽ ഏറ്റവും കൂടുതൽ വന്ന ക്ലിക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ആഡ് ചെയ്യാന്നല്ലേ ഇപ്പൊ സർ പറഞ്ഞത്? അവിടെ വന്നിരിക്കുന്നത് അത് റിയൽ സെർച്ച് ആണ്. ആ ആ റിയൽ സെർച്ച് ചിലപ്പോൾ ടേം ചിലപ്പോൾ നമ്മുടെ കീവേഡ് ലിസ്റ്റിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവിടേക്ക് വേണേ ആഡ് ചെയ്തിടാം. അത് നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് ആക്കണമെന്ന് മനസ്സിലാക്കി തരാം. നമുക്ക് വേണ്ട അതെങ്ങനെ? അപ്പൊ ചില കീവേഡ് എങ്ങനെ എന്താണ് ഇപ്പൊ നെഗറ്റീവ് നമുക്ക് വേണ്ട അതൊന്നുകൂടി പറഞ്ഞു തരും. ഇന്നലെ പറഞ്ഞു തന്നു, പക്ഷെ ഇത് ഒന്നുകൂടി ഒന്ന്. ഇത് ആര് ചോദിച്ചേ? ഇത് ഞാൻ ഹസ്നെയാണ് ചോദിക്കണം. ഫാത്തിമയാണോ? അതെ അതെ. നിങ്ങക്ക് 2 പേരുണ്ട്, ഹസ്ന. ഫാത്തിമ ഹസ്ന എന്നാണ്. ഫാത്തിമ എന്ന് സാറ് വിളിക്കാറ്. ഹസ്ന എന്നാണ് പേര്. ഫാത്തിമ ഹസ്ന, ഫുൾ നെയിം ഫാത്തിമ ഹസ്ന. ഹസ്നയുടെ മീനിങ് അറിയോ? ആ, ഹസ്ന എന്ന് പറഞ്ഞ ഹിന്ദി വേർഡാണ്. മീനിങ് അറിയാം ഹിന്ദിയില്? ഇല്ല. ലാഫ് അല്ലേ? ലാഫ്, ചിരിക്കുക. ചിരിച്ചിട്ടുണ്ട് ഹസ്നാമത്ത് എന്ന് പറയും. ഓക്കെ, എന്തായാലും ആപ്റ്റ് ആയിട്ടുള്ള പേര് ഇട്ടേക്കണം കേട്ടോ. ശരി, ഇനി എന്തുട്ടാ ചോദ്യം? ഇപ്പൊ നമ്മളെ നെഗറ്റീവ് കീവേഡിനെ എങ്ങനെ നെഗറ്റീവിലേക്ക് ഇടാന്ന് സാറ് ഇങ്ങനെ പറഞ്ഞു. നെഗറ്റീവിന് നെഗറ്റീവിലേക്ക് ഇടുന്ന ചൂടെ ഇടാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കീവേഡിൽ ഇടാം. അവിടെ ഇവിടെ നിന്നിട്ട് എടുത്തിട്ടാൽ മതി. ഞാൻ ഇന്ന് ഇട്ടേക്കുന്നതാണ് ഇവിടെ നെഗറ്റീവ്. ഞാൻ UK എടുത്തിട്ടുണ്ട്. കണ്ടാ, ഇത് ഞാൻ ഒപ്റ്റിമൈസ് ചെയ്തിട്ടേക്കുന്നതാ. അവിടെ വന്നിട്ട് ഇവിടെ ആഡ് ചെയ്തിടണം. സാറ് കൊടുത്ത കീവേഡ് ആണോ UKന്ന്? എന്റെ ദൈവമേ, അല്ല, സാറിന് വന്ന് നെഗറ്റീവ് ആണ് പറഞ്ഞത് സാറ്. അതായത് UK അല്ലാതെ പുറമെ അവര് സെർച്ച് ചെയ്തതാണ് എന്നല്ലേ പറഞ്ഞത് സാറ്? അതെ അതെ, അതാണ് റിയൽ സെർച്ച്. അതിനെ നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ്സിൽ അപ്പൊ ഇടാം. നാളെ തൊട്ട് ആരെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് UK അടിക്കുമ്പോൾ നമ്മുടെ ആഡ് വരില്ല. ആ ടേം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആഡ് വരില്ല. ഇവിടെയാണ് ഈ ഒപ്റ്റിമൈസേഷനിലാണ് നിങ്ങളുടെ ബ്രില്യൻസ്. മനസ്സിലായാലും വീഡിയോ ഒന്നും കൂടി കാണാം കേട്ടോ. നിങ്ങൾ വീണ്ടും ബേസിക്കിലേക്ക് പോവാണ്. ഞാൻ അടുത്തടുത്ത് കൊണ്ടുപോവാണ്. ഓരോന്ന് പോകുമ്പോൾ അടുത്ത് വീണ്ടും പുറകിലേക്ക് യാത്ര ചെയ്ത് നിങ്ങൾ വീഡിയോ കാണാൻ, കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഞാൻ ഇന്നൊരു ക്യാമ്പയിൻ തരുന്നുണ്ട് ചെയ്യാൻ. പക്ഷെ ഇന്നലെ നെഗറ്റീവിന്റെ പറയുമ്പോ റെക്കോർഡ് ഓഫ് ആയിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഒന്നുകൂടി ചോദിച്ചു. അപ്പൊ എന്റെ കുഴപ്പമായി. അല്ല, അങ്ങനെ പറഞ്ഞതല്ല. ഇക്ക് അപ്പൊ മനസ്സിലായി. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോ പിന്നെ അത് കിട്ടുന്നുണ്ടാവില്ല. റെക്കോർഡ് ഓഫ് ആയി പറഞ്ഞപ്പോ ഞാൻ അങ്ങനല്ല, മോശക്കാരനാ. ഞങ്ങൾക്ക് ചെയ്യാൻ സമയം തന്നു. പിന്നെ സാറ് ഒരു കാര്യം പറയാണ്ട് പറഞ്ഞിട്ട് വന്നത്. അതുകൊണ്ട് ചോദിച്ചതാ തോന്നുന്നു. ശരി, നടക്കട്ടെ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, സാറിന് കോസ്മെറ്റോളജിയിൽ 36 ക്ലിക്ക് ഉണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ 28 ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാ ബഡ്ജറ്റ് അവിടെ കുറച്ചിട്ടിരിക്കണേ കോസ്മെറ്റോളജിയിൽ? അതിൽ ഇംപ്രഷനും കൂടുതലുണ്ട്. നല്ല ചോദ്യം. അതെന്താന്ന് വെച്ചാല്, ഞാൻ ആദ്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ക്യാമ്പയിനാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അതാണ് കൂട്ടിയത്. ഞാൻ ഇനി വേറൊരു കാര്യം പറയാം. അതാണ് ഇപ്പൊ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നത്. നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ ആഡ് എല്ലാ സ്ഥാപനത്തിലും പഠിപ്പിക്കുന്ന ടൂള് പഠിപ്പിക്കുന്നതാണ് ക്യാമ്പയിൻ ആഡ് എന്നാണ്. അതല്ല ശരിക്കും. ഇപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങളുടെയൊക്കെ റെലവൻസ് ആണ് ഞാൻ പറയാൻ പോണത്. നിങ്ങളുടെ ചോദ്യത്തിൽ ഞാൻ പറയാനാണ് പോണത്. ഇത് എല്ലാ സ്ഥാപനത്തിലും ഇങ്ങനെ പഠിക്കാം. നിങ്ങൾ അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഞാൻ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ 99% ആൾക്കാരും ഗൂഗിൾ ആഡ് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. ആരാണ് ചെയ്യുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട്. അൾട്ടിമേറ്റ് സാധനമാണ് ഗൂഗിൾ ആഡ്. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ഗൂഗിൾ ആഡ് എല്ലാ പ്രൊഡക്റ്റിനും സൂട്ടബിൾ ആവില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വോളിയം, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റിന്റെ മാർജിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഗൂഗിൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പ്രൊഡക്റ്റിന് വളരെ കുറച്ച് മാർജിൻ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡിൽ അഗ്രസീവ്ലി കളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രൊജക്ട് കിട്ടുമ്പോൾ ക്ലയന്റിന്റെ അടുത്ത് ചോദിക്കണം, നിങ്ങളുടെ എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഫാത്തിമയുടെ പ്രൊഡക്റ്റ് എടുക്കാം. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഫാത്തിമ ചെയ്യണത്. ഫാത്തിമയ്ക്ക് ഒരു ഡീല് നടന്നാൽ ആവറേജ് ആണ് ഞാൻ പറഞ്ഞ, ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കലി ഫിഗർ ആണ് പറയുന്നത്. ഒരു ആവറേജ്, നിങ്ങളൊരു സപ്പോസ്
ഇത് ശരിക്കും ശ്രദ്ധിച്ചാലേ ഞാനിപ്പോ പറയണത് മനസ്സിലാവൂ. ശരിക്കും ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസർ ആണ്. ഫാത്തിമയ്ക്ക് ഒരു ആവറേജ് ഒരു ഡീല് നടന്നാൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ക്ലിയർ? 500 രൂപ പ്രോഫിറ്റ് ഉള്ളൂ. ഞാൻ ഇത് പറയണത് ശരിക്കും ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ഞാൻ വീണ്ടും അത് ശരിക്കും പറയാൻ കാര്യം, ഇപ്പൊ ഞാൻ പറയുന്നത് ബിസിനസിനെ കുറിച്ചിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ആർട്ടിഫിഷ്യൽ, ഇത് ആരാ ചോദിച്ചേ? ശ്രുതി. ഓക്കെ, 500 രൂപയാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിറ്റാ കിട്ടുന്ന പ്രോഫിറ്റ്. നമുക്ക് ഒരു ക്ലിക്കിന് 25 രൂപ കൊടുക്കണം. ഒരു ക്ലിക്കിന് 25 രൂപ കൊടുക്കണം. നമുക്ക് എത്ര ക്ലിക്ക് കിട്ടും? 20 ക്ലിക്ക് കിട്ടും. ശരിയാണോ? അതെ അതെ 20 ക്ലിക്ക് അല്ല കേട്ടോ. നമ്മള് ഒരു 20 ക്ലിക്ക് അല്ല. നമ്മളിപ്പോ 500 രൂപ സ്പെൻഡ് ചെയ്തത്, നമുക്ക് പ്രോഫിറ്റ് 500 ആണ്. നമ്മുടെ ആഡ് ബഡ്ജറ്റ് 1000 ആണ് ഡെയിലി ഇടുന്നത്. നമ്മുടെ ഡെയിലി ബഡ്ജറ്റ് 1000. നമുക്ക് ഒരു ക്ലിക്കിന് 25 രൂപയാണ്. നമുക്കപ്പോൾ ഒരു 40 ക്ലിക്ക് കിട്ടും ഒരു ദിവസം. ശരിയാണോ? ശരിയാണോ? നോക്കിക്കോ. അതെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ വിറ്റ് ടൈം കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ആഡ് ബഡ്ജറ്റ് 1000 ഡെയിലി നമ്മൾ സെറ്റ് ചെയ്തേക്കണം. കോസ്റ്റ് പെർ ക്ലിക്ക് ഒരു ക്ലിക്കിന് 25 രൂപ കൊടുക്കണം. ഒരു ദിവസം നമുക്ക് 40 ക്ലിക്ക് കിട്ടും. ഓക്കെ, ശരിയാണോ? ഇല്ല, ശരിയാണ്. ഓക്കെ. ടോട്ടൽ ലീഡ് ഒരു ദിവസം കിട്ടിയത് 5 എണ്ണം. 5 ലീഡ് കിട്ടി എൻക്വയറി. അപ്പൊ കോസ്റ്റ് പെർ എൻക്വയറി എത്രയാ? ഇതൊക്കെ അറിഞ്ഞ് നിങ്ങൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ആഡ് സ്പെൻഡ് ചെയ്യേണ്ടതാ. നിങ്ങൾ വെറുതെ മുടക്കിയിട്ട് അയ്യോ ഒന്നും കേട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇതാണ് പ്രധാനപ്പെട്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് പെർ എൻക്വയറി എത്രയാ? ആർക്കും അറിയില്ലെങ്കിൽ പത്തറ്റിക്കാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കുറെ പഠിക്കാണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ക്യാമ്പയിൻസ്. പൈസ മുടക്കിയിട്ട് ആൾക്കാർ റിസൾട്ട് ഇല്ലെങ്കിൽ ആൾക്കാരുടെ സ്വഭാവം നിങ്ങളാണ് അറിയുന്നത്. വലിയ റിസ്ക് ആണ് പരിപാടി. കോസ്റ്റ് പെർ എൻക്വയറി പറയൂ. ഒരാൾക്കും അറിയില്ലല്ലോ. എന്താ പറയൂ. നമ്മൾ 1000 രൂപ മുടക്കിയിട്ട് 5 എൻക്വയറി കിട്ടുന്നെങ്കിൽ അതിന് ഒരു എൻക്വയറിക്ക് 200 രൂപ എക്സ്പെൻസ് വരുന്നില്ല. ഒരു എൻക്വയറിക്ക് 200 രൂപ. എന്താണ് ഇത്ര വലിയ സംഭവം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കഷ്ടം. നിങ്ങൾ 1000 രൂപയ്ക്ക് 10 ആപ്പിൾ വാങ്ങി. അപ്പൊ ഒരു ആപ്പിളിന് എത്രയാ? 100 സാർ. നിങ്ങൾ കടയിൽ പോയി പോട്ടെ 10 രൂപയ്ക്ക് 10 ചോക്ലേറ്റ് വാങ്ങി. അപ്പൊ ഒരു ചോക്ലേറ്റിന് എത്രയാ? 1 രൂപ. 1 രൂപ. അത് തന്നെയാണ് ഇവിടെ. 1000 രൂപ മുടക്കി 5 എൻക്വയറി കിട്ടി. അപ്പൊ ഒരു എൻക്വയറിക്ക് എത്രയാണ്? 1000 രൂപയുടെ 200 രൂപ. അതിനാണ് നിങ്ങൾ ഇത് ചിന്തിച്ചത്. അതിനാണ് നിങ്ങൾക്ക് ആരും കിട്ടാണ്ടിരുന്നത്. ഇത് നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കുക. എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ നിങ്ങളെ എക്സൽ ഷീറ്റും പവർ ബിയും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു പറയാം. നിങ്ങളത് എഴുതിയത് ഇതറിയണം. നിങ്ങളിത് നോക്കുമ്പോൾ മനസ്സിലാവണം. അതാണ് ബ്രില്യൻസ്. അതാണ് കോസ്റ്റ് പെർ ക്ലിക്ക് ലീഡ്. ഇതിപ്പോഴും ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? പറയൂ.
ആർക്കും മനസ്സിലായിട്ടില്ല. ഫാത്തിമ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി സാർ, മനസ്സിലായി. മനസ്സിലായി സാർ. പക്ഷെ ഇത്ര പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇല്ല, പെട്ടെന്ന് മനസ്സിലായിരുന്നില്ല. ആ, ഇനി അടുത്തത് 5 പേര് എൻക്വയറി നടത്തി, ഒരു കൺവേർഷൻ കിട്ടി, അല്ലെങ്കിൽ ഒരു പേര് പ്രൊഡക്റ്റ് വാങ്ങി, ഒരു സെയിൽ നടന്നു. ക്ലിയർ? ഒരു സെയിൽ നടന്നു. അപ്പൊ അടുത്ത ചോദ്യം, കോസ്റ്റ് പെർ കൺവേർഷൻ എത്രയാ? ഇല്ല. കോസ്റ്റ് പെർ കൺവേർഷൻ 1000 രൂപയല്ലേ 1000 ആണ്. നമുക്ക് ഇതില് ടോട്ടലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണല്ലോ നമ്മുടെ ലോസ് അല്ലേ ഇത്? അതല്ല, ഞാൻ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് ഞാൻ ചോദിച്ചില്ല. കോസ്റ്റ് പെർ കൺവേർഷൻ എത്ര എന്നാണ് എന്റെ ചോദ്യം. 1000. 1000 രൂപ. മനസ്സിലായോ? 1000 രൂപ ഒരു ഡീൽ. അപ്പൊ നമുക്ക് ആകെ കിട്ടുന്ന പ്രോഫിറ്റ് 500 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം നമുക്ക് ഇവിടെ ഗൂഗിൾ ആഡ് വെറുത്തല്ല. ഇപ്പൊ പറഞ്ഞ പോയിന്റ് കിട്ടിയോ? ഞാൻ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റിനും ഗൂഗിൾ ആഡ് വെറുത്താവണം എന്നില്ല. ഞാൻ നേരത്തെ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരുന്ന ഫുഡ് സേഫ്റ്റി കോസ്മെറ്റോളജിയിലേക്ക് എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് കുറച്ചിട്ടെന്നുള്ള കാരണം അതിന് കിട്ടുന്ന മാർജിൻ കുറവാണ്. ചിലപ്പോൾ അതിന്റെ കോഴ്സ് ഫീ, ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 10,000 20,000 രൂപയാണ് കോഴ്സ് ഫീ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 80,000 1 ലക്ഷം രൂപയാണ്. ആരോ ചോദിച്ചതിനുള്ള ആൻസർ കിട്ടിയോ? കിട്ടി സാർ, കിട്ടി. അപ്പൊ എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ച മോറൽ ഓഫ് ദ എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ച ലെസൺ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഇത് അവരിൽ നിന്ന് ചോദിക്കണം, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ എത്രയാ. ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഫീ എത്രയാ? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ കോഴ്സ് ഫീ 1 ലക്ഷം രൂപയാണ്. അത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കണം, ഒരു അഡ്മിഷൻ കിട്ടാൻ എത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അവർ പറയും ഒരു അഡ്മിഷൻ കിട്ടാൻ 20,000 രൂപ വരെ സ്പെൻഡ് ചെയ്യാൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ചിലപ്പോൾ അവർ പറയും നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ 20,000 എന്നുള്ളത് 10,000ത്തിലേക്ക് കൊണ്ടുവരാ, 10,000ത്തിലേക്ക് കൊണ്ടുവരാ, 5,000 അത് നമ്മുടെ മിടുക്കാണ്. അല്ലാണ്ട് 20,000ത്തിലേക്ക് സ്പെൻഡ് ചെയ്യാൻ 30,000 40,000 ആക്കി കൊണ്ടുപോയാൽ കമ്പനിക്ക് നഷ്ടത്തിലാവും. അപ്പൊ അതിന് തുടക്കം തന്നെ നിങ്ങൾ ചെറുതായിട്ട് ചെയ്തു പോകണം. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒട്ടും മാർജിൻ ഇല്ല, നമുക്ക് ഒട്ടും മാർജിൻ ഇല്ല. ചിലപ്പോൾ നമുക്ക് ഓരോ ക്ലിക്കും നമുക്ക് അത്ര വെറുത്താവണ ക്ലിക്ക് ആയിരിക്കണം, നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് അപ്രോച്ച് ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറയൂ. നിങ്ങളെല്ലാം പകച്ചിരിക്കാണല്ലോ. ഞാൻ ടഫ് ടോപ്പിക് എടുത്തിട്ടില്ല, ടഫ് ടോപ്പിക് എടുക്കാനും പോണില്ല. ഇതിന്റെയൊക്കെ ടഫ് വേറെ ഉണ്ട്. അതായത് ഞാൻ ജെറ്റ് എയർവേസിൽ വർക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഡെയിലി ബഡ്ജറ്റ് ഇപ്പൊ നിങ്ങൾ 6,000 കണ്ടിട്ട് ഫാത്തിമ ഞെട്ടി. ഫാത്തിമ ഞെട്ടിയോ? കിട്ടി. ഞെട്ടി. ജെറ്റ് എയർവേസിൽ ഞാൻ ഒരു ദിവസം എത്ര സ്പെൻഡ് ചെയ്തെന്ന് അറിയാമോ? ഇല്ല, 15 ലക്ഷം. നല്ലോണം കിട്ടി. അതും 10-13 വർഷം മുന്നേ. 13 അല്ല, 15 വർഷം മുന്നേ. 15 ലക്ഷം രൂപയാണ് ഡെയിലി ബഡ്ജറ്റ്. ഞാൻ നേരത്തെ കേരളത്തിലെ ഒരു ക്ലയന്റ് പറയാറുന്നില്ല 1 മില്യൺ എൻക്വയറിന്ന് 40,000 ആണ്. അവരൊരു മാസം സ്പെൻഡ് ചെയ്യുന്നത് 45 ലക്ഷം രൂപയാണ്. ഓക്കെ, അത് ആദ്യം തുടങ്ങുന്നത് 10,000 രൂപയ്ക്കാണ്. നമ്മളിങ്ങനെ കയറ്റി കൊണ്ടുവരണം. അപ്പൊ എല്ലാവർക്കും ഗൂഗിൾ ആഡ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് എക്സാക്ട് മാച്ച് അപ്ലൈ ചെയ്യണം. നമുക്കറിയാം ഈ കീവേഡ് ഉപയോഗിച്ച് മാത്രം സെർച്ച് ചെയ്യണം, മാത്രം നമ്മുടെ സൈഡിലേക്ക് വന്നാൽ മതി. മനസ്സിലായി? നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് റിസ്ക് എടുക്കാൻ പാടില്ല. അതാണ് എക്സാക്ട് മാച്ച് അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായി. അതാണ് സ്ട്രാറ്റജി. കുറെ ടൂളുകളുണ്ട്, എവിടെ എപ്പോ ഉപയോഗിക്കാന്നുള്ള മിടുക്ക് വേണം നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മൊബൈൽ ഡിവൈസസ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് എവിടെ ബിഡ് കൂട്ടണം, എവിടെ ബിഡ് കുറയ്ക്കണം, അതാണ് ഞാൻ നിങ്ങളെ ബിഡ് കൂട്ടലും കുറയ്ക്കലും കാണിച്ചത്. ബിഡ് അഡ്ജസ്റ്റ്മെന്റ്. നിങ്ങളിപ്പോ കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പൂട്ടിപ്പോവും എന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ കോൺഫിഡന്റ് വേണം ആദ്യം തന്നെ.
അതിൻ്റെ ഞാൻ ഒപ്റ്റിമൈസേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകണം. ഫസ്റ്റ് കോൺഫിഡൻസ്, പിന്നെ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ നിങ്ങൾ ഏത് ക്ലയന്റിന് കിട്ടിയാലും ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാം. ഒബ്സർവ് ചെയ്യുക, പഠിക്കുക. എത്ര ക്ലിക്ക്, 5 ക്ലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 5 ക്ലിക്കും റെലവെന്റ് ആണോ നോക്കുക. സെർച്ച് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് റെലവെന്റ് ആണോ അല്ലയോ എന്ന്. നിങ്ങൾക്ക് ഒരു ക്ലിക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അറിയാം ഈ ക്ലിക്ക് ചെയ്യണം നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ളവനാണ്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇനി UK എന്ന് സെർച്ച് ചെയ്യണം, UK പഠിക്കാനും നോക്കണേ. നമ്മൾക്ക് UK നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയാണ്. അപ്പൊ നമുക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനാ UK എന്നുള്ള നെഗറ്റീവിൽ ഇടണം. ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലാണ്, നമുക്ക് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അപ്പൊ നമുക്ക് അതിനുള്ള ബഡ്ജറ്റും ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഇങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇൻ കൊച്ചി എന്ന എക്സാക്ട് മാച്ച് ഇടാം. കൊച്ചിയിൽ പഠിക്കാൻ വേണ്ടി സെർച്ച് ചെയ്താൽ മാത്രം മതി നമുക്ക്. അപ്പൊ കുറച്ചും കൂടി റിസ്ക് കുറയും. ബഡ്ജറ്റ് ഇല്ലെങ്കിൽ, നമ്മുടെ കോഴ്സ് അതിനുള്ള മാർജിൻ ഇല്ലെങ്കിൽ. അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ടൂൾ അല്ല. ടൂൾ നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് ടൂൾ അറിയാം, ക്യാമ്പയിൻ ഇടണമെങ്കിൽ. അത് അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, കമ്പനി പൂട്ടിപ്പോ. അതുകൊണ്ട് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രാറ്റജി അറിഞ്ഞ് പല ടെസ്റ്റ് നടത്തണം, എക്സ്പീരിമെന്റുകൾ നടത്തണം. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ക്ലിയർ ആയോ? ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്തു എന്ന് പറയണത് അത്രയ്ക്ക് സ്കോപ്പ് ഉണ്ടെന്നാണ് കാണിക്കണത്. ഇവരൊക്കെ ഈ ക്ലയന്റ് ഒക്കെ എനിക്ക് തരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്. ഹ്യൂജ്. നിങ്ങൾക്കറിയാം ബഡ്ജറ്റ് കൂട്ടും. ഞാൻ അടുത്ത ആഴ്ച തന്നെ ഇതിന്റെ ബഡ്ജറ്റ് ഒരു ദിവസം 15,000 രൂപയാണ് ആക്കണേ. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ ക്ലയന്റിന് വേണ്ടിയിട്ട് ഒരു ദിവസം ചിലപ്പോൾ അരമണിക്കൂർ ഉള്ളൂ. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് അവർ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു മന്ത്ലി അവർ തരുന്ന പേ ഔട്ട് ഇസ് ഹ്യൂജ്. എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ ഇതിന്റെ എന്താണ് ഫ്രീലാൻസ് ചെയ്യാം. നിങ്ങൾ അതിലേക്ക് എത്തണം. നിങ്ങൾക്ക് എൻ്റെ ഇത് ഒരു ക്ലയന്റാണ്. ഞാൻ കുറെ ക്ലയന്റുകളെ കാണിച്ചു തരാം. ഇതെല്ലാം എൻ്റെ ക്ലയന്റുകളാണ്. എവരിബഡീസ്. ഇത് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നതാണ്. എങ്ങനെയാണ് പല ക്ലയന്റുകളെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കണം. അതുകൊണ്ട് മാനേജർ അക്കൗണ്ട് എന്ന് പറയും. ഇതുണ്ടോ? ഇതെല്ലാം എൻ്റെ ക്ലയന്റുകളാണ്. ഓരോ ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾക്കത് വേറൊരു ക്ലയന്റിനെ കാണിച്ചെന്നില്ല. SC ഹബ്, അത് വേറൊരു ക്ലയന്റ്. വേറെ ക്ലയന്റ് ബ്ലൂഷെൽ എന്ന് പറഞ്ഞ വേറെ ക്ലയന്റ്. അവൻ ദേ ആർ ഓൾസോ സ്പെൻഡിങ് എ ലോട്ട്. എൻ്റെ ദുബായ് ക്ലയന്റ് ഉണ്ട്. ദേ ആർ ഓൾസോ സ്പെൻഡിങ് എ ലോട്ട്. അപ്പൊ അവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? 100%. അതാ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചെയ്യില്ല. അതെ പ്രോഫിറ്റ് ഉണ്ടാക്കി അത് നമുക്ക് തുടക്കം ഉണ്ടാവില്ല പ്രോഫിറ്റ്. അതെ, നല്ല എൻക്വയറി വരുന്നുണ്ട് അപ്പൊ ഇതുവഴി അല്ലേ? അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ ചോദിക്കണം. അതിനു മുന്നേ നിങ്ങൾ പ്രൊജക്ട് പഠിക്കണം. എന്താണ് അവരുടെ പ്രൊജക്ട്, എന്താണ് അവരുടെ പ്രൊഡക്റ്റ്, എത്രയാണ് അവരുടെ മാർജിൻ, അവർക്ക് എവിടെ നിന്നൊക്കെ എൻക്വയറി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എപ്പോഴും അവരുമായിട്ടൊരു കോണ്ടാക്ട് ആണ്. ഇപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി ഞാനൊക്കെ ഒരാളായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പാരലൽ മാനേജ്മെന്റ് ആണ്. എനിക്ക് ഐ നോ ബെറ്റർ ദാൻ ദം. പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം. അവരുടെ വെറുതെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഒരു ക്ലയന്റിന്റെ അടുത്താൽ പ്രൊഡക്റ്റ് പഠിക്കണം. പ്രൊഡക്റ്റ് ശരിക്കും പഠിക്കണം. എന്താണ് അവരുടെ പ്രൊഡക്റ്റ്, എന്താണ് അവരുടെ ഹിസ്റ്ററി, എത്ര എൻക്വയറിക്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, എത്രയാണ് അവരുടെ മാർജിൻ. അവരായിട്ട് ഡെയിലി കീപ്പ് ഇൻ ടച്ച്. ഞാൻ ഇവരൊക്കെയായിട്ട് എന്നും വിളിക്കും. ഒരു ദിവസം 10 പ്രാവശ്യം വിളിക്കും ഞാൻ. അങ്ങനെയാണ് എൻ്റെ ക്ലയന്റായിട്ട് ഞാൻ വർക്ക് ചെയ്യണത്. ഞാനൊരു പ്രൊജക്ട് തലയിൽ വെച്ച് 24 മണിക്കൂർ ഞാൻ ആക്റ്റീവാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്? ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് അവരുടെ ഞാൻ കുറെ നാൾ എൻ്റെ പണ്ടത്തെ അപ്രോച്ച്. ഇപ്പൊ ഞാൻ വേറൊരു മെത്തേഡ് എടുക്കണേ. ഞാൻ കേരളത്തിലെ ഫസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് ഞാനാണ്. ഞാൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് ട്രെയിനിങ് തുടങ്ങിയത് കാരണം ഞാൻ ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് ഞാനാണ് തുടങ്ങിയത്. ഞാൻ ട്രെയിനിങ് തുടങ്ങിയത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ? എനിക്ക് ക്ലയന്റുകൾക്ക് നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ. അപ്പൊ ഞാൻ മാത്രം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് സ്റ്റുഡന്റുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും. ഒരു 10 പേര് വന്ന് 3 പേരെ ഞാൻ എടുക്കുള്ളൂ.
3 പേരെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ അടുത്ത് ഞാൻ എന്നും പറയും, നിങ്ങൾ അത് ചോദിക്കാൻ പറയും. എൻ്റെ അടുത്ത് ഡൗട്ടുകൾ ചോദിച്ചാൽ എന്നെ യൂസ് ചെയ്യാൻ പറയും. കാരണം അവരിങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചോദിച്ചാലാണ് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ ഇവരെ ഫോഴ്സ്ഫുള്ളി അങ്ങനെയുള്ള പിള്ളേരെ ഞാൻ എടുക്കുള്ളൂ ബേസിക്കലി. ആ പിള്ളേരൊക്കെ ഇന്ന് വേറെ വേറെ ലെവലാണ്. അതിലുള്ള ഒരാളാണ് waytonikah.com. അറിയോ? ആരെങ്കിലും കേട്ടല്ലോ? യെസ് സർ. ഫാത്തി കേട്ടിട്ടുണ്ട്. അതിന്റെ ഫൗണ്ടർ എന്റെ സ്റ്റുഡന്റാ. പുള്ളിയുടെ ഒരു മാസത്തെ ലാഭം എനിക്ക് തോന്നുന്നു 50 ലക്ഷം കാണും. വിശ്വാസം വരുന്നുണ്ടോ? ഒരു മാസമോ സർ? ആ, വലിയ ഗ്രൂപ്പാണ് waytonikah. വലിയ സെലിബ്രിറ്റിനെ ഒക്കെ ചെയ്യുന്നതാണ്. ഉം. ഇനി എന്റെ വേറൊരു സ്റ്റുഡന്റ് ഉണ്ട്, അവന്റെ പേര് നസീബ്, കണ്ണൂരിൽ നിന്നാണ്. പുള്ളിയോട് കൊച്ചിയിൽ വന്ന് എൻ്റെ അടുത്ത് ട്രെയിനിങ് ഒക്കെ ചെയ്തു പോയതാ. പുള്ളി ആമസോണിൽ ചെയ്യണതാ സെയിൽസ്. ആമസോണിൽ ഒരു ബാഗിന്റെ മൊത്തം പുള്ളി ചെയ്ത് ബാഗ് പുള്ളിയുടെ പേരിൽ ബ്രാൻഡ് ചെയ്ത് കണ്ണൂർ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ബാഗിന്റെ ഏറ്റവും വലിയ ഗോഡൗൺ പുള്ളിക്കാ. 10-20 പേരിരുന്ന് ചെയ്ത് വലിയ ഹ്യൂജ്. ഇപ്പൊ എപ്പോഴും ചൈനയിലാണ് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ ലെവലിട്ടാ ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങൾ എന്നെക്കാളും വലുതായല്ലോ എന്ന് പറഞ്ഞാൽ പറയും, അങ്ങനെയാണ് ജിറ്റു സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്നുണ്ടല്ലേ, ടീച്ചർമാർ പഠിപ്പിക്കുന്ന പിള്ളേർ പഠിച്ച് വലുതായി പോകുമെന്ന് പറയും. പുള്ളി പറയുന്ന ഡയലോഗാണ്. അതാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സ്കോപ്പ്. നിങ്ങൾക്ക് ഇത് ആർക്കും അറിയില്ല. ഇതെല്ലാവരും ചെറിയ രീതിയിലൊക്കെ ഒന്ന് പഠിക്കുകയാണ്. അത് നിങ്ങളെ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയണം, എന്നിട്ടാണ് ഇത് കോഴ്സ് ചെയ്യുക. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആ വീഡിയോ ഒക്കെ കാണാൻ പറയുന്നത്. മാർക്കറ്റിങ്ങിന് താല്പര്യം വേണം എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരോടും? പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് സാർ. അതാണ് മാർക്കറ്റിങ്ങിന് ടാസ്ക് വന്നത്. അത് നിങ്ങൾ സ്കൈസ് ലിമിറ്റ് ആണ്. നിങ്ങൾ ആ മാർക്കറ്റിങ്ങിന്റെ ഇന്റലിജൻസ് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൂട്ടിയാൽ മതി. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞാനിപ്പോൾ 6000 മുടക്കി എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരെ വെറുതെ ഒരു 6000 എന്നുള്ളത് 10000 ആക്കാണ്. നാളെ തൊട്ട് എൻക്വയറി ഡബിൾ. എന്തൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റം ആക്കി. ഇവിടെ ഞാൻ 6000 10000 ആക്കും, നാളെ എൻക്വയറി ഡബിൾ. അപ്പൊ അത് അറിയണം, പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം, അവരോട് മനസ്സിലാക്കണം. ഓക്കെ. അപ്പൊ എന്താണ് ബഡ്ജറ്റിംഗ്, എങ്ങനെയാണ് ബഡ്ജറ്റ് ഇടണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാണ് അടുത്ത ലെവലിൽ കൊണ്ടുപോകണമെന്നൊക്കെ മനസ്സിലായോ എല്ലാവർക്കും? യെസ് സാർ. അത്രയ്ക്ക് സ്കോപ്പാണിത്. നിങ്ങൾക്ക് ഇതിന്റെ വ്യാപ്തി അറിയാഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ലോകം മുഴുവൻ എൻക്വയറി ജനറേറ്റ് ചെയ്യാം. കേരളത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ അതിന്റെ ടെക്നിക്ക് പഠിച്ചാൽ അമേരിക്കയിൽ നിന്ന് എൻക്വയറി വേണോ, എവിടെ നിന്ന് വേണോ, അവിടെ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു ദിവസം ഗൂഗിളിൽ എത്ര സെർച്ച് എടുക്കണമെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു നിൽക്കുന്നതാണ്. എത്ര സെർച്ച് എടുക്കണ്ട്? മില്യൺ പറഞ്ഞിട്ടുണ്ട്. മില്യൺ ഒന്നുമില്ല, അതിനൊരു കൃത്യ എമൗണ്ട് പറയണം. നിങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ അപ്ഡേറ്റഡ് ആയിരിക്കണം, വെൽ നോളജബിൾ ആയിരിക്കണം. ആർക്കും അറിയില്ല, ഞാനൊക്കെ പറഞ്ഞതാണ്. നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾ താല്പര്യം കാണിക്കണം ഇത് പഠിക്കാനും മനസ്സിലാക്കാനും. കാര്യം അത്രമാത്രം ഇൻഫോർമേഷൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സെർച്ച് എഞ്ചിൻ, ഇഷ്ടമാണ് ടെക്നോളജി, സെർച്ച് എഞ്ചിൻ, ഇൻഫോർമേഷൻ. ഒരു ദിവസം 850 കോടി ആൾക്കാരാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. 8.5 ബില്യൺ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? യെസ് സർ. ഏകദേശം 1000 കോടിയാണ് സെർച്ച് ചെയ്യണത്. അപ്പോഴാണ് ഞാൻ ഇവിടെ 229 ഇംപ്രഷൻ, 2000ത്തെ ഇംപ്രഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാത്തിമ മനസ്സിലായോ? ഈ 2000 ഇംപ്രഷൻ അല്ല, ഇവിടെ ഒരു മിനിമം ഒരു 5 ലക്ഷം ഇംപ്രഷൻ ഉള്ളതായിരിക്കണം. ഇവിടെ ക്ലിക്കുകൾ ഒരു 10000 ക്ലിക്കുകൾ വരണം. അങ്ങനത്തെ ക്യാമ്പയിൻ ചെയ്യണം. ക്ലിയർ? അതാണ് സ്കോപ്പ്. ഗൂഗിൾ ആഡ്സ് വെരി പവർഫുൾ ആണ്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഗൂഗിൾ ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്നത് 25,000 കോടിയാണ്. അത് ഞാൻ പറഞ്ഞു. 25,000 crore ആണ് ഓൺലി ദേ ആർ കളക്ടിങ് ഫ്രം ഇന്ത്യ. എങ്ങനെ അവർ കിട്ടണം? ഇങ്ങനത്തെ ആഡ് ഇതാണ്. എവരിബഡി ഈസ് ഡൂയിങ് ആഡ്സ്. അതാണ് ഇതിന്റെ സ്കോപ്പ്. എല്ലാ ആഡിന്റെയും തൊട്ടപ്പൻ ഇവരാണ്, ഗൂഗിളാണ്. ഓക്കെ, അത്യാവശ്യം മോട്ടിവേഷൻ കിട്ടിയില്ലേ? സർ Yes, എനിക്ക് sir. ഒരു ഡൗട്ട് അതൊന്ന് ചോദിച്ചോട്ടെ? ഏ? ഒരു ഡൗട്ട്. ഇതിൽ ആവറേജ് എന്ന് പറഞ്ഞൊരു സംഭവം, ആവറേജ് എവിടെ? ഇതിലാ ഈ ടേബിളിൽ തന്നെ റൈറ്റ് സൈഡിൽ ആവറേജ്. ആവറേജ്. ആ കോസ്റ്റ് പെർ ക്ലിക്ക്. അതായത് ഇവിടെ എത്ര ക്ലിക്ക് കിട്ടിയിട്ടുണ്ട്? 151 ക്ലിക്ക്. യെസ്.
6,000 രൂപ സ്പെൻഡ് ആയി. 6,000 ഡിവൈഡ് ബൈ 151, അതായത് ചില ക്ലിക്കിന് 40 രൂപ, 45 രൂപ, 30 രൂപ, 35 രൂപ ഒക്കെ വരും. ഉം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞുതരാം. ഉം. ഓക്കെ, നമ്മളിപ്പോ ഒരു ക്ലിക്കിന് നമ്മൾ കൊടുക്കുന്നത് എത്ര? 30 രൂപയാണെന്ന് പറഞ്ഞു അല്ലേ? Yes. 30 രൂപയാണ് നമ്മൾ ഒരു ക്ലിക്കിന് കൊടുത്തത്. നമ്മുടെ കോമ്പറ്റീറ്റർ നമ്മളാണ് ഏറ്റവും കൂടുതൽ ബിഡ് എന്ന് വിചാരിക്കുക. നമ്മളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ബിഡ് ചെയ്തവൻ 25 രൂപ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മുടെ അടുത്ത് ഗൂഗിൾ 26 രൂപ ചാർജ് ചെയ്യുള്ളൂ. Okay. ബാക്കി നമ്മുടെ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഒന്നുമില്ല. നമ്മൾ അവരോട് പറഞ്ഞ മാക്സിമം നമ്മൾ 30 രൂപ കൊടുക്കാൻ തയ്യാറാണെന്നാണ് അർത്ഥം. പ്രോഫിറ്റ് ഒന്നുമില്ല. ഞാൻ പറയണ അങ്ങനെ ചാർജ് ആവുള്ളൂ. അതാ. ഇതില് നമ്മൾ ചെയ്യുന്നത് മൊത്തം നമ്മുടെ കോസ്റ്റ് അല്ലേ? ആ, ഉം. ഇതാരാ ചോദിച്ചേ? സുഹൈറ. ഏ? സുഹൈറ. ഇത് കോസ്റ്റ് ആണ്. ആഡ് കോസ്റ്റ്. ആഡ് സ്പെൻഡ് ചെയ്യാല്ലേ. ഇതിൽ നമുക്ക് അതിന് ഇൻകം കിട്ടും. നമുക്ക് ഗൂഗിളിന് കൊടുക്കാണ്. അപ്പൊ നമ്മൾ ക്ലയൻസിനെ വെച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രോഫിറ്റോട് കൂടിയിട്ടല്ലേ നമ്മൾ. ഓക്കെ, പ്രോഫിറ്റ് അത് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് അടുത്ത ആഴ്ച എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞ കൺഫ്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പേടിക്കേണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാന്നുള്ളത്. ഇതിപ്പോ നമ്മൾ ഗൂഗിൾ ആഡ്സിൽ മാത്രം ഉള്ളതാണല്ലോ പറഞ്ഞത്. മറ്റ് ആഡ്സ് നമ്മള് എല്ലാത്തിന്റെയും സിസ്റ്റം ഒറ്റ സിസ്റ്റം. അതിന് അടുത്ത ദിവസം അതിനാണ് നമ്മുടെ ടോപ്പിക്കിലുണ്ട് ഏജൻസി ഓറിയന്റേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. നമ്മുടെ സിലബസിലുള്ളതാണ് ഏജൻസി ഓറിയന്റേഷൻ. അതായത് എങ്ങനെയാണ് ഒരു ഏജൻസി ആയിട്ട് വർക്ക്, എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ, എങ്ങനെയാണ് നമുക്കൊരു പ്രൊജക്റ്റിന് അപ്രോച്ച് ചെയ്യുക. അതാണ് ആ ടോപ്പിക്കിൽ അത് വരുന്നതാണ് ഏജൻസി ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അതല്ലേ ചോദിച്ചേ? അതെ സർ. ഓക്കെ, ഇനി ഇതൊക്കെ നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു വലിയൊരു വർക്ക് തരാം. വലിയ വർക്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പഠിച്ചിട്ട് വേണം അത് ചെയ്യാൻ. നിങ്ങൾ തന്നെ അതിനെ ആഡ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം. ആരാണ് മെഡിക്കലായിട്ട് ഉണ്ടാക്കണം എന്ന് ഞാൻ പറയാം, നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ട്രിനിറ്റി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബിൽഡർ ഉണ്ട്. എൻ്റെ പഴയ ക്ലൈൻ്റ് ആയിരുന്നു, പിന്നെ ഒരു ഇൻഹൗസ് ആക്കിയതാ. ട്രിനിറ്റി ബിൽഡേഴ്സ് കേട്ടല്ലോ? കേൾക്കാത്തവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും ട്രിനിറ്റി ബിൽഡർ. ഈ വെബ്സൈറ്റ് എടുത്ത് പഠിക്കുക. ഈ വെബ്സൈറ്റ് എടുത്ത് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് ഒരു ക്യാമ്പയിനും ചെയ്യണം, ഗൾഫിലേക്ക് ഒരു ക്യാമ്പയിൻ ചെയ്യണം. 2 ക്യാമ്പയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ക്യാമ്പയിൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് 2 BHK ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, 3 BHK ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, വില്ലാസ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് വില്ല ഉണ്ട്. വില്ല എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. 2 BHK ഉണ്ട്, 3 BHK ഉണ്ട്. കേരളത്തിന് വേണ്ടി ഒരു ക്യാമ്പയിൻ ചെയ്യുക, ഗൾഫിന് വേണ്ടി ഒരു ക്യാമ്പയിൻ ചെയ്യുക. മനോഹരമായ ആഡുകൾ ക്രിയേറ്റ് ചെയ്യുക, മനോഹരമായ നെഗറ്റീവ് കീവേഡുകൾ ഇടുക, ആഡ് എക്സ്റ്റൻഷൻസ് ഉപയോഗിക്കുക. എല്ലാം പെർഫെക്റ്റ്ലി വേണം ചെയ്തിട്ട് വരാൻ. സാർ അവരുടെ ഗൾഫിലേക്കും കേരളത്തേക്കോ? കേരളത്തിലേക്കും വേണ്ടി അവരുടെ വെബ്സൈറ്റ് പഠിക്കുക. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഗ്രൂപ്പ് ആക്കണമെന്ന് മനസ്സിലാക്കുക. തെറ്റിക്കോട്ടെ, നിങ്ങൾ ആരും എക്സ്പെർട്ടുകളല്ല, തെറ്റാൻ വേണ്ടിയാണ്. പക്ഷെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് ഈസി ആവും. ചെയ്യാൻ പറ്റുമോ? ഷുവർ സാർ. ഈ ടാസ്ക് എല്ലാവരും ചെയ്തിട്ട് വരാം. എന്നോട് നേരത്തെ ഇതിനെന്തുകൊണ്ടാണ് ബഡ്ജറ്റ് കുറച്ചെന്നൊക്കെ ചോദിച്ചതിനൊക്കെ ഉത്തരം കിട്ടിയോ? കിട്ടി സാർ, കിട്ടി. അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാ കുറച്ചും കൂടി മനസ്സിലായി. അതെ, അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആയോ? മനസ്സിലായി. ഗുഡ്. നിങ്ങൾ ചോദിക്കുക. ഞാൻ അതുകൊണ്ടാണ് ലൈവ് ക്യാമ്പയിൻ എടുത്ത് കാണിച്ചു തരുന്ന അതിന്റെ സ്കോപ്പുകൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറൊരു ക്ലയന്റിന്റെ അവരുടെ സ്പെൻഡ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കുറച്ച് കോൺഫിഡൻഷ്യൽ ആണ്, എന്നാലും ഇന്ന് അവർ സ്പെൻഡ് ചെയ്തത് എത്രയാ? 18,000. ഇവിടെ ക്ലിക്ക് ഉണ്ട് 54 രൂപ ക്ലിക്കിന്. ഭയങ്കര കോമ്പറ്റീഷനാണ്.
ഇന്നലത്തെ ക്ലിക്ക് കാണിച്ചത് 20,000 രൂപ സ്പെൻഡ് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ ഓൾ ടൈം നിങ്ങൾ കാണിച്ചെന്നാണ് കണ്ടോ. 25 മില്യൺ ആണ്, 2.5 കോടിയാണ്. 6,36,000 ക്ലിക്കാണ്. ഫാത്തിമ മനസ്സിലായോ? ഓക്കെ, അപ്പൊ എല്ലാവരും ഇതൊക്കെ നോക്കാം. ഗൾഫിലെ സ്പെസിഫിക് കൺട്രീസ് ആണോ സെലക്ട് ചെയ്യേണ്ടത് ടോട്ടലോ? എല്ലാ ഗൾഫ് കൺട്രിയും കൊടുക്കാം. ഗൾഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സൗദിക്ക് എല്ലാ ഗൾഫ് കൺട്രികളും ആഡ് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കൺട്രിക്കും ബിഡുകൾ മാറ്റി കൊടുക്കാം. ഇതൊക്കെ പഠിക്കുക നിങ്ങളെല്ലാവരും. ക്ലിയർ? Yes, sir. ഓക്കെ, ഗുഡ്. അപ്പൊ ഇതെല്ലാവരും ചെയ്യാം. Sir, Monday, Eid